Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. Admission open for 2024 academic year. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ്. ഓടതമ്മ വളറിയാൻ അക്കരെ നിന്നൊരു മാരൻ, ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അരം പ്ലസ് അരൻ കിന്നരം, ഇതിലൊക്കെ പ്രധാന ക്യാരക്ടേഴ്സും സൈഡ് ക്യാരക്ടേഴ്സും ഒക്കെ കോഴികളാണ്, പൂവാലന്മാരാണ്. അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു അച്ഛനോട്, അച്ഛനൊരു അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനൊരു ആ കാലത്ത് ഒരു വലിയൊരു പൂവാലനായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു കോഴിയായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ജീവിതത്തിൽ ഒരു കോഴിയായിരുന്നിരുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ബോയിങ് അച്ഛൻ എഴുതിയതാണ്. എനിക്കൊന്ന് ഇംഗ്ലീഷ് പടമാണെന്ന് തോന്നുന്നു, പക്ഷെ അച്ഛനാണ് അതിന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബോയിങ് ഒക്കെ എഴുതണമെങ്കിൽ ഉള്ളിലൊരു കോഴി ഉണ്ടാവണം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടൊന്നും ചിന്തിച്ച് എഴുതാൻ പറ്റില്ല. ഏട്ടന്റെയും ദിവ്യയുടെയും പ്രണയമായിരുന്നു എൻ്റെ ബേസിക്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന വെച്ചുകഴിഞ്ഞാൽ ദിവ്യ അത്യാവശ്യം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ദിവ്യ ബേസിക്കലി ബേസിക് ഐഡിയ എന്നുവെച്ചാൽ ഭയങ്കര, ഏട്ടൻ നാട്ടും പുറത്തുനിന്ന് വരുന്ന നാടൻ പയ്യനും ഇവരുടെ ഒരു പ്രണയം ഉണ്ടല്ലോ. കാരണം ഏട്ടൻ ദിവ്യ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും ഭയങ്കര എന്താ പറയണ്ടത്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളതും കാര്യങ്ങളെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതും ഒരു പ്ലാനുള്ള ആളാണ്. ഏട്ടനും അങ്ങനെ ഇല്ല എന്നല്ല, പക്ഷെ ഞാൻ പറഞ്ഞ ദിവ്യ ഏട്ടനുമായിട്ടുള്ള അവരുടെ പ്രണയമാണ് ഏട്ടനെ ശരിക്കും ഒരു ബെറ്റർ ആളാക്കി മാറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. തിരാറ്റു ജനുവിനായിട്ട് ആലോചിക്കുന്നുണ്ട്, തിരാറ്റു സെക്കൻഡ് പാർട്ട്. ഞാനിപ്പോ ഒരു ഡയറക്ടറിനോട് എനിക്കത്, കാരണം ഞാൻ രാകേഷ് ചേട്ടനാണ് പണ്ടോടിയാണ് കഥ എഴുതിയിട്ടുള്ളത്. അപ്പൊ രാകേഷ് ചേട്ടൻ്റെ സെക്കൻഡ് പാർട്ടിന്റെ ഫുൾ പരിപാടി ഉണ്ട്. എഴുതിയിട്ടില്ല, ലൈക്ക് ഫുൾ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാനത് വേറൊരു ഡയറക്ടറിനോട്, ഇവിടുത്തെ ഒരു ഹിറ്റ് സിനിമ ചെയ്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിച്ചു. അവനത് ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പൊ ഞങ്ങളത് ഒരു രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാജുവേട്ടൻ്റെ ഞാൻ ആലോചിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആൾക്കാരെ ഒന്ന് ഞെട്ടിച്ച് തിയേറ്ററിൽ ഇരുത്താൻ പറ്റുന്നൊരു സാധനം. ഞാൻ ആ സൈബർ ക്രൈം എന്ന് പറഞ്ഞ സാധനം, അതൊന്ന് ആൾക്കാരെ ഞെട്ടിക്കാൻ പറ്റുന്ന സിനിമയാണ്. മറ്റേനേക്കാളും ആൾക്കാരൊന്ന് ഞെട്ടാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നേരത്തെ നമ്മുടെ ഭക്ഷണക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് ചോദിച്ച പോലെ ആൾക്കാരൊന്ന് ഞെട്ടിക്കാൻ വേണമെങ്കിൽ. അപ്പം ഇത് തന്നെയാണ് തമിഴിൽ നമുക്ക് അജിത്തിനോടുള്ള ഇഷ്ടത്തിന് കാരണം. വെച്ചാൽ രജനീകാന്ത്, കമലഹാസൻ, പിന്നെ ഇടയ്ക്ക് ശരത് കുമാർ വരുന്നു, സത്യരാജ് വരുന്നു, വിജയകാന്ത് വരുന്നു, ഇങ്ങനെയുള്ള പല ആൾക്കാർ വരുന്നു. ഈ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസ് ഹീറോ വരുന്നത് ദീന എന്ന് പറഞ്ഞ പടത്തിലൂടെ. കാരണം അന്ന് അതിന് മുന്നേ വരെ ചെറിയ കുഞ്ഞു പടത്തിൽ, അപ്പം വിജയ് സ്റ്റാറായിട്ട് വിജയ് കുറേ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ എന്താ പ്രേമാനവളെ, അല്ലെങ്കിൽ ബദ്രി, ഇതുപോലത്തെ സിനിമകളൊക്കെ വിജയ് സൈഡിൽ റൊമാൻറ്റിക് ഹീറോ ആണ്. മറ്റേ കനീത്തി പ്രാവിന്റെ തമിഴ്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വിജയനെ ചോക്ലേറ്റ് ഹീറോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു മാസ് ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന സ്ഥലത്താണ് തല എന്നാണ് അജിത്തിനെ വിളിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ പേരാണ് അജിത്ത്, ദീനയുടെ. അപ്പം നമ്മൾ അവിടെ ഒരു പുതിയൊരു സ്റ്റാർ ഉണ്ടാവണം. കാരണം അതിന് മുന്നേ അജിത്ത് വാലിയും മറ്റേ അമരാവതിയും മറ്റേ ഇതിനകത്ത് കുറേ റോംകോമും ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ അജിത്തിന് ഒരു വലിയൊരു സ്റ്റാർ പരിവേഷം കിട്ടുന്ന സിനിമ ദീനയാണ്. അപ്പം ഇപ്പൊ ഗില്ലിയാണ് അതുപോലെ. ഗില്ലി, അല്ലെങ്കിൽ ഗില്ലിക്ക് മുന്നേ തിരുമലയുണ്ട്, മറ്റേ കുറച്ച് സിനിമകളൊക്കെ വന്നു. പക്ഷെ ഗില്ലിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഉണ്ടാവുന്നത് വിജയ്ക്ക്. 24 വയസ്സിൽ വാസ്തവം പോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അഫ്കോഴ്സ് ലാലങ്കൾ ഉണ്ട്, ലാൽ സാർ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 24 year old ഒരു പയ്യൻ വാസ്തവം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യയുടെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്ന് ആ ഫംഗ്ഷൻ ടാഗോർ തിയേറ്ററിൽ നടക്കുമ്പോൾ അന്ന് രാജുവേട്ടൻ രാജുവേട്ടൻ ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ച് കണ്ട് ഞാൻ ഫാനായി പോയത്. മലയാളത്തിലെ ഏറ്റവും ലെജൻഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് ശ്രീനിവാസൻ. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റിംഗ്, ഡയറക്ഷൻ, ആക്ടിങ്. അതിൽ തന്നെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂപ്പർ സെലക്ഷൻ അല്ലെങ്കിൽ സൂപ്പർ ഫിൽറ്ററിങ് നടത്തിയ ഒരാളില്ല. എണ്ണത്തിൽ അത്രയും കുറഞ്ഞാണ് ചെയ്തേക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ആരുടെയൊക്കെയോ നിർബന്ധപൂർവ്വം ചെയ്തതുപോലെയാണ് ശ്രീനിയേട്ടൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ധ്യാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു 85, 6, 7 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 10 സിനിമ ചെയ്ത വർഷമുണ്ട്, 6 ഇത്രയും ഇതുണ്ട്. എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നിയിട്ടുള്ള ധ്യാൻ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും പറയാവുന്നത്, അങ്ങനെ എണ്ണിയെടുത്ത് പറയാൻ പറ്റുന്ന ശ്രീനിയേട്ടൻ്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചാണെന്നാണ്. അത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലവ് ആക്ഷൻ ഡ്രാമയുടെ ലോഞ്ചിൻ്റെ സമയത്തും ദിനേശിനെയും ശോഭയെയും കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ വടക്കുനോക്കിയന്തത്തെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അത് പുതിയ കാലത്ത് എങ്ങനെ വരുന്നത്? ശ്രീനിയേട്ടൻ, ഞാൻ പറഞ്ഞൊരു ശ്രീനിയേട്ടൻ ഏത് രീതിയിലാണ് അങ്ങനെ ഒരു ഫിലിം മേക്കിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ഫിലിം മേക്കിംഗ് അല്ല, ഞാൻ റൈറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്. റൈറ്റിങ്ങിൽ പോലും ഇപ്പം അച്ഛൻ എപ്പോഴും
എനിക്കൊന്ന് അച്ഛൻ എഴുതിയിട്ടുള്ള, ഞാൻ ഇന്നലെ നമ്മൾ ഒരു വിശദമായിട്ടൊരു സെഷൻ ഇങ്ങനെ ഇരുന്നിരുന്നു. അപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ, കാരണം 86 10 സിനിമകൾ എഴുതിയിട്ടുണ്ട്. അരംപ്രസ്ഥാനം കിരണം, ഹൈഡി, റോങ് നമ്പർ, TP വാലോമലനെ, എല്ലാം 10 സിനിമകളിലും എനിക്കൊന്ന് 8 സിനിമകൾ സൂപ്പർ ഹിറ്റാണ്. പിന്നെ നമ്മൾ ഇപ്പോഴും റിപ്പീറ്റ് വാച്ച് ഇപ്പോഴും എടുത്താൽ ടിവി നാളുകൾ റിമോട്ട് സ്കിപ്പ് ചെയ്യാത്ത. അപ്പം ഇതിലൊക്കെ അച്ഛൻ എന്നോട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ അറിയാവുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനന്ന് ചോദിച്ചാൽ 84 ഓടതമ്മ വളറിയാം, അക്കരെ നിന്നൊരു മാരൻ, ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അരംപ്ലസ് കിന്നരം, ഇതിലൊക്കെ പ്രധാന ക്യാരക്ടേഴ്സും സൈഡ് ക്യാരക്ടേഴ്സും ഒക്കെ കോഴികളാണ്, പൂവാലന്മാരാണ്. അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു അച്ഛനോട്, അച്ഛനൊരു അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനൊരു ആ കാലത്ത് ഒരു വലിയൊരു പൂവാലനായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു കോഴിയായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ, ജീവിതത്തിൽ ഒരു കോഴിയായിരുന്നിരുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ബോയിങ് അച്ഛൻ എഴുതിയതാണ്. എനിക്കൊന്ന് ഇംഗ്ലീഷ് പടമാണെന്ന് തോന്നുന്നു, പക്ഷേ അച്ഛനാണ് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബോയിങ് ഒക്കെ എഴുതണമെങ്കിൽ ഉള്ളിലൊരു കോഴി ഉണ്ടാവണം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടൊന്നും ചിന്തിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ എഴുതിയിട്ടുള്ള, അച്ഛൻ്റെ രാഷ്ട്രീയം ആയിക്കോട്ടെ, അച്ഛൻ്റെ ഇതായിക്കോട്ടെ, അച്ഛൻ വളർന്ന സാഹചര്യവും വളർന്ന ചുറ്റുപാടും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും കഥകളും കണ്ടിട്ടുള്ള സാധനങ്ങളുമാണ്. ഇതൊന്നും തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും, ഇപ്പം ഞാൻ ആയിക്കോട്ടെ, ഏട്ടനായിക്കോട്ടെ, കഥ ഉണ്ടാക്കുന്നതൊക്കെ, ഏട്ടൻ എന്നാൽ പോലും ഇപ്പം ജേക്കബ് ഏട്ടൻ്റെ സുഹൃത്തിൻ്റെ ഒരു കഥയാണ്. തട്ടം ഏട്ടൻ ഏറ്റവും അറിയാവുന്ന തലശ്ശേരിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സും അവൈലബിൾ മെമ്മറിയാണ്. ഹിന്ദു മുസ്ലിം പ്രണയവും, അതോടൊപ്പം തന്നെ തിര അഗെയിൻ നമ്മൾ റെഫറൻസ് വെച്ചിരുന്നത് ട്രേഡും ടേക്കണുമായിരുന്നു. ഒരു സിനിമയിൽ നിന്ന് ചെറിയ രീതിയിൽ അഡാപ്ഷനുമാണ്, ഇൻസ്പയർഡുമാണ്, പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങൾ. അഗെയിൻ ജേക്കബ് സുഹൃത്തിൻ്റെ കഥ. ഹൃദയം ഏട്ടൻ അറിയാവുന്ന, ഏറ്റവും അടുത്തറിയാവുന്ന ക്യാമ്പസ് ചെന്നൈ. ഏട്ടനും ദിവ്യയും തമ്മിലുണ്ടായിട്ടുള്ള കമ്മിങ് ഓഫ് ഏജിൽ വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ദിവ്യ ഏട്ടനും തമ്മിലുണ്ടായിട്ടുള്ള ഇൻസിഡൻസും ഫസ്റ്റ് ഹാഫിലുള്ളതും ഒരു പരിധിവരെ ഇവരുടെ കോളേജ് സമയവും കാര്യങ്ങളൊക്കെയാണ് ഹൃദയത്തിൻ്റെ ഓവറോൾ പരിപാടി. ഞാൻ ലവ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്തരം യാതൊരു വിധ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കമേഴ്ഷ്യൽ ഷിറ്റ് എന്ന് പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ ഫെസ്റ്റിവൽ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ തട്ടുപൊളിപ്പൻ തിയേറ്ററിൽ ഹിറ്റ് അടിക്കണം, ഇങ്ങനൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്യാരക്ടേഴ്സിൻ്റെ പേര് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ദിനേശനും ശോഭയും. ബേസിക്കലി അതിൻ്റെ തോട്ട് എന്ന് പറയുന്നത്, എ ബോയ് ഹെയിലിംഗ് ഫ്രം ഒരു 30-32 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഹെയിലിംഗ് ഫ്രം ഒരു സ്മോൾ ടൗൺ മലയാളി പയ്യൻ. ഏട്ടൻ്റെയും ദിവ്യയുടെയും പ്രണയമായിരുന്നു എൻ്റെ ബേസിക്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ദിവ്യ അത്യാവശ്യം ഭയങ്കര ബോൾഡായിട്ടുള്ള, ദിവ്യ ബേസിക്കലി ബേസിക് ഐഡിയ എന്നുവെച്ചാൽ ഭയങ്കര, ഏട്ടൻ നാട്ടും പുറത്തുനിന്ന് വരുന്ന നാടൻ പയ്യനും ഇവരുടെ ഒരു പ്രണയം ഉണ്ടല്ലോ. കാരണം ഏട്ടൻ ദിവ്യ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും ഭയങ്കര എന്താ പറയണ്ടത്, ഭയങ്കര ബോൾഡായിട്ടുള്ളതും കാര്യങ്ങളെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതും ഒരു പ്ലാനുള്ള ആളാണ്. ഏട്ടനും അങ്ങനെ ഇല്ല എന്നല്ല, പക്ഷേ ഞാൻ പറഞ്ഞ ദിവ്യ ഏട്ടനുമായിട്ടുള്ള അവരുടെ പ്രണയമാണ് ഏട്ടനെ ശരിക്കും ഒരു ബെറ്റർ ആളാക്കി മാറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ദിവ്യൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര, എന്ന് ചേട്ടൻ ഭയങ്കര കള്ളുകൂടിനും മദ്യപാനിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ദിവ്യൻ്റെ ഇൻഫ്ലുവൻസ് വലുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏട്ടൻ്റെ ലൈഫിൽ. കാരണം കോളേജ് സമയം തൊട്ടിട്ടുണ്ടായിട്ടുള്ള പ്രണയം അതായിരുന്നു എൻ്റെ ബേസിക് ഐഡിയ. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന ഒരു നാടൻ പയ്യൻ. കാരണം 10ാം ക്ലാസ് ഒരു ഏട്ടൻ നാട്ടിൽ പഠിച്ച, അവിടുന്ന് ഏട്ടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. വിനീത് അങ്ങനെ കുറച്ചുകൂടി അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയ ആളുമായിരിക്കില്ലല്ലോ, കുറച്ചുകൂടി ടീച്ചറുടെ മോൻ. അതെ, പ്രിവിലേജിൽ നിൽക്കുകയാണല്ലോ. അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് തോട്ട്. ഇപ്പം എനിക്കറിയാവുന്ന എനിക്ക് അടുത്തറിയാവുന്ന പ്രണയമാണ് ഇവരുടെ. നാട്ടിൽ നിന്നുള്ളൊരു നാടൻ പയ്യനും ചെന്നൈ നഗരത്തിൽ ജീവിച്ച് വളർന്ന ഒരു അത്യാവശ്യം പ്രോഗ്രസീവായിട്ട് മോഡേൺ ഔട്ട്ലുക്ക് ഉള്ളൊരു പെൺകുട്ടിയായിട്ടുള്ള പ്രണയമായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമയുടെ ഇനീഷ്യൽ തോട്ട്. ഇതിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായത്. അത് ഞാൻ വേറൊരു നടന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച കൾച്ചറൽ ഡിഫറൻസ്, 2 സ്റ്റേറ്റ്സ്, ചേതൻ ഭഗത്തിന്റെ 2 സ്റ്റേറ്റ്സ് പോലെ ആ രീതിയിൽ പ്ലേസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സീരിയസ് സിനിമയായിരുന്നു ആദ്യത്തെ ആലോചന. അതൊരു നിവിനായിരുന്നില്ല ആദ്യത്തെ ചിന്തയും. അതിൻ്റെ ഇനീഷ്യൽ റൈറ്റിങ്ങിലൊക്കെ വേറെ ടൈപ്പ് ഓഫ് സിനിമയായിട്ട് ഞാൻ ചിന്തിച്ച സിനിമയാണ്. ഓവർ ദ ടോപ്പ് സ്ലാപ്സ്റ്റിക് പരിപാടി ഒന്നുമില്ലാതെ വേറൊരു നടനെ വെച്ച് ആലോചിച്ചതാണ്. ആ നടനെ ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്തു. ആ നടനോട് വരാനും പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എന്തുകൊണ്ട് എടാ നിവിൻ എന്നുള്ള ചോദ്യം ഏട്ടൻ തന്നെയാണ് എന്നോട് പറയുന്നത്. ഇത് നിനക്ക് നിവിനെ വെച്ചിട്ട് ചെയ്തുകൂടെ? വിനീതിന് അറിയാം ഇത് വിനീത് ദിവ്യ റിലേഷൻഷിപ്പിന്റെ ത്രെഡ് എടുത്തതാണെന്ന് അല്ലേ? ബേസിക് ഐഡിയ അറിയുമോന്ന് അറിയില്ല. ഞാൻ അന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എൻ്റെ അറിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടുന്ന് സിനിമ മാറി.
നിവിൻ വന്നപ്പോഴേക്കും പിന്നെ നിവിൻ വരാൻ നമ്മളതായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ നിവിൻ വരണം നമ്മൾ ആഗ്രഹിച്ചു ആക്ച്വലി. പിന്നെ ആ അജു വരണം കോമ്പിനേഷൻ, അല്ലെങ്കിൽ അവിടുന്ന് സിനിമ മാറിയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ലൗഡ്, ഓവർ ദ ടോപ്പ്, സ്ലാപ് സ്റ്റിക് ഹ്യൂമർ. കാരണം അന്ന് എനിക്ക് തോന്നുന്നു 2017 കഴിഞ്ഞപ്പോഴേക്കും മഹേഷും മലയാളി ഓഡിയൻസിന്റെ വ്യൂയിങ് തന്നെ മാറി, ആൾക്കാർ എടുത്തു. മെറിറ്റും കോണ്ടന്റ് ഡ്രിവൺ സിനിമകളാണെന്ന് ആൾക്കാർ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പം ഇത് കാരണം 2017 സെൽഫിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് അജു നിവിൻ കോമ്പിനേഷനിൽ ചിന്തിച്ചൊരു സിനിമയായിരുന്നു ഞാൻ. വലിയ നോ ലോജിക്, നോൺ സെൻസിക്കൽ ഹ്യൂമർ ആയിട്ട് പോകുന്നൊരു സിനിമ. ആദ്യം വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത സിനിമയെ കംപ്ലീറ്റ്ലി ഒരു ഷിഫ്റ്റ് നടത്തി. ബിക്കോസ് അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ മനുഷ്യരുടെ നമ്മളെ വലുതായിട്ട് ഫുൾ എഴുതി കഴിഞ്ഞിട്ടൊന്നുമില്ല. സ്കെലിറ്റൺ ആലോചിച്ച് തുടങ്ങിയപ്പോൾ 2 സ്റ്റേറ്റ്സ് പോലെ കാരണം ഞങ്ങളുടെ കൾച്ചറും ദിവ്യ കാരണം ഒരു അയ്യർ ഫാമിലി, ബ്രാഹ്മൺ ഫാമിലി നിന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അതും വടക്കോട്ട് നിന്ന് വരുന്ന ഒരാൾ ഒരിക്കലും പലപ്പോഴും ചേർന്ന് പോകണമെന്നില്ല, ഫാമിലിയായിട്ടും ചേർന്ന് പോകണമെന്നില്ല. പല പല ഡിഫറൻസസ് ഉണ്ട്. ഈ കൾച്ചറൽ ഡിഫറൻസ് ആയിരുന്നു ഞാൻ ലവ് ആക്ഷൻ ഡ്രാമയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വിഷയം. പക്ഷേ അതൊക്കെ പിന്നീട് ആ കഥയും അതിൻ്റെ പരിപാടിയൊക്കെ മാറി ഞാൻ അതിനൊരു യൂഷ്വൽ നിവിൻ പോളി ഷോ എന്നുള്ള രീതിയിലാണ് പിന്നെ ആ സിനിമയെ മാറ്റിയെടുത്തത്. അജു വരുമ്പോൾ അല്ലെങ്കിൽ അതാണ് ഞാൻ നയൻമാമിനോട് ഞാൻ കഥ പറയുമ്പോൾ ഉള്ള കഥയൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്തത്. പലതും ഞാൻ മാറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്നോട് ഇടക്കിടക്ക് ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നുമല്ല അന്ന് പറഞ്ഞു അതൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അതിനെ വളരെ പല രീതിയിൽ ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ആ പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ, ദിനേശൻ, ശോഭ എന്നുള്ള ക്യാരക്ടർ നെയിംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ രീതിയിൽ 2017 സെൽഫിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് 2017 ലാസ്റ്റിൽ ഇറങ്ങേണ്ട സിനിമ 19 ഇറങ്ങിയത്. ഈ 19 ഇറങ്ങുമ്പോഴേക്ക് ഈ സിനിമയ്ക്ക് യാതൊരുവിധ സിഗ്നിഫിക്കൻസോ ഇമ്പോർട്ടൻസോ ഇല്ലാതായി മാറി. ബിക്കോസ് റിയലിസ്റ്റിക് സിനിമയോടുള്ള ആൾക്കാരോട്, അത്തരം സിനിമയോടുള്ള ആൾക്കാരുടെ ഇഷ്ടം മാറി. പക്ഷെ സ്റ്റിൽ ഫെസ്റ്റിവൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെസ്റ്റിവൽ സീസൺ അല്ലെങ്കിൽ ഓണത്തിനാണ് റിലീസായത്. അന്ന് ഇട്ടിമാണി, ബ്രദേഴ്സ് ഡേ, ഫൈനൽസ്, ഈ 3 സിനിമയാണ്. അത് വലിയ വലിയ ലിസ്റ്റിന്റെ ബാനറിലും, ഒന്ന് മണിയമ്പള രാജവങ്ങളുടെ ബാനറിലും, ഒന്ന് ആശീർവാദം. അപ്പോൾ അവിടെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് എപ്പോഴും സ്വാഭാവികമായിട്ട് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയഗണേഷ്, ഈ 3 സിനിമയിലും ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മുടെ ലോജിക്കോ ഈ സാധനങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് വേണ്ടുന്ന ഫെസ്റ്റിവലിന് ഒരു ഓളം വേണം, ഒരു ഹൈ വേണം, ഫാമിലിക്കും ടിക്കറ്റ് എടുക്കാവുന്ന സിനിമ. ആ ഓരോ ഓളത്തിലാണ് നമ്മൾ പലപ്പോഴും മുങ്ങിപ്പോകും. നമ്മൾ സിനിമയുടെ മെറിറ്റ് നോക്കുന്നില്ല, നമ്മൾ സിനിമയുടെ കോണ്ടന്റ് നോക്കുന്നില്ല. ഫെസ്റ്റിവൽ വരുമ്പോൾ അതേ ഞാനിപ്പോഴും ഇപ്പം നമുക്ക് മഹേഷോ അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങി നൈറ്റ്സോ ഒരു ഫെസ്റ്റിവലിന് വരുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത്രയും ഒരു അതിനോടൊപ്പം ഇപ്പം ഇന്ന് ആവേശം ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ വേറൊരു കണ്ടന്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു മെറിറ്റുള്ള സിനിമ വരുവാണെങ്കിൽ ആ സിനിമക്ക് ഇനീഷ്യൽ ഉണ്ടാവില്ല. ആ സിനിമയായിരിക്കും ആൾക്കാരുടെ, ഞാൻ ഓടില്ല എന്നല്ല പറയാം, ഫസ്റ്റ് ചോയ്സ് ആവില്ല. റിപ്പീറ്റ് വരാൻ സാധ്യതയും ഇത് വരാൻ സാധ്യതയും എപ്പോഴും ഹ്യൂമറിനും ഈ ഓളത്തിനും, ആ ഓളത്തിനോട് എപ്പോഴേ ആൾക്കാർ പോകുള്ളൂ. അങ്ങനെ നമ്മൾ ഭാഗ്യത്തിന് ആ ഓളത്തിനോടൊപ്പം പോയി. അന്നത്തെ ഓണത്തിന് ഏറ്റവും കൂടുതൽ കലക്ട് ചെയ്ത സിനിമയാണ് ലവ് ആക്ഷൻ. അല്ലാതെ മെറിറ്റ് നോക്കുമ്പോൾ ആ സിനിമയ്ക്ക് യാതൊരു മെറിറ്റും ഇല്ല, മിക്സഡ് ആയിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും മിക്സഡ് റെസ്പോൺസ് വരുന്ന എനിക്കറിയാം. സിനിമയിൽ കണ്ടന്റ് എന്ന് പറയാനൊന്നുമില്ല, കഥ എന്ന് പറയാൻ ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ വടക്കൻ സെൽഫിയിൽ ഒന്നുമില്ല. വടക്കൻ സെൽഫി ഇതേ സാധനമാണ്. കാരണം അതിനൊരു ഒരു ക്ലൈമാക്സ് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു തിരിഞ്ഞു പറഞ്ഞു. കാരണം ആ പെൺകുട്ടിനെ അന്വേഷിച്ച് പോകുന്നു, പെൺകുട്ടിനോട് നിവിന് ഇഷ്ടമുണ്ട്, അവിടെ വേറെ സ്റ്റോറിയായി. അവസാനം ഇവർക്കിടയിൽ ഒരു ക്ലോഷർ പോലും ഇല്ല. നിവിന്റെയും മഞ്ജിമയുടെയും ക്യാരക്ടറിനിടയിൽ ഒരു ക്ലോഷർ പോലും വടക്കൻ സെൽഫിയിൽ ഇല്ല. പക്ഷെ അന്ന് അത് ഓക്കെ ആയിരുന്നു. 2015 ഏറ്റവും കൂടി ഓടിയ പടം. പക്ഷെ 2019 വന്നപ്പോൾ ഈ സിനാരിയോ മൊത്തം മാറി. കാരണം ദിലീഷ് ചേട്ടൻ്റെ സിനിമകൾ, നല്ല മഹേഷ് വന്നതോടെ ഈ സിനാരിയോ മൊത്തം മാറി. ആൾക്കാരുടെ വ്യൂയിങ് തന്നെ മാറി. മലയാള സിനിമ വേറൊരു നെക്സ്റ്റ് ലെവലിലോട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പം ഞാൻ അത് ആലോചിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ ഇനിയുള്ള കാലത്തും ആ കാലം കഴിഞ്ഞു. സത്യം പറഞ്ഞു, ഇനി റിയലിസ്റ്റിക് സിനിമയും ആൾക്കാർ, അല്ലെങ്കിൽ ആ റിയലിസ്റ്റിക് സിനിമയെ പോലും ഇന്ന് പ്രകൃതി പടം എന്ന് പറഞ്ഞിട്ട് ട്രോളിയാണ്. അപ്പം ഇനി എനിക്ക് തോന്നുന്നു വലിയ ക്യാൻവാസിലുള്ള വലിയ സിനിമകൾ, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും USP ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമകൾ ഓടുള്ളൂ. അല്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന, സ്റ്റോറി ടെൽ ചെയ്ത് പോകുന്ന സിനിമകൾക്ക് ഇനിയുള്ള കാലത്ത് ഇനിയുള്ള കാലത്ത് പ്രസക്തി ഇല്ലെന്നല്ല. ഇനി ഈ സിനാരിയോ മാറിയിട്ട്, ഇപ്പോൾ ഉള്ള സിനാരിയോ മാറിയിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തിരിച്ചു വരും. പണ്ട് നമ്മൾ ഡ്രസ്സ് ഫാഷൻ എന്ന് പറയുന്ന പോലും, പണ്ട് നമ്മൾ ഇട്ടിരുന്ന ഷർട്ടുകൾ ചെക്സ് വരുന്നു, ഇത് വരുന്നു, ലിനൻ വരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷൻ ആവും. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് തന്നെ ചെക്സ് തിരിച്ചു വരും. അതേപോലെ എനിക്കൊരു തോന്നുന്നു, ഒരു കാലം കഴിയുമ്പോൾ, ഇപ്പോൾ ഉള്ള ഈ സീസൺ കഴിയുമ്പോൾ
ഇനി ഒരു കാലം ത്രില്ലർ സീസൺ ആയിരുന്നല്ലോ. അതെ. അഞ്ചാം പാതിരനെ രാക്ഷസനെ ഫോളോ ചെയ്തിട്ടാണ് അഞ്ചാം പാതിര വരുന്നത്, ഫോറൻസിക് വരുന്നത്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് കുറേ ത്രില്ലർ സിനിമകൾ വരുന്നു. കൊറോണ സമയത്ത് നമ്മൾ ത്രില്ലർ സിനിമകൾ കണ്ട് നമ്മൾ മടുത്തു പോന്നു. ഒന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുക. അന്ന് നമ്മൾ പോലും ഭയങ്കര ഡാർക്കായിരുന്ന ഒരു കാലമുണ്ട്. നമുക്ക് പോലും ഒന്ന് ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞ, കാരണം നമ്മൾ ഓൾറെഡി സ്ട്രെസ്സിൽ നിൽക്കുകയാണ്. അവിടുന്ന് ഒരു സിനിമ വരികയാണ് ജാനേമൻ. ഈ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമ ആൾക്കാർക്ക് ഉണ്ടാക്കിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അവിടെ ഒരു പുതിയൊരു സ്റ്റാർ ഉണ്ടാവുകയാണ്, ബേസിൽ ജോസഫ്. അവനെ പറ്റി നല്ലത് പറയേണ്ടി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇനിയുള്ള കാലം, കാരണം ഇപ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് എൻ്റെ ഇന്റർവ്യൂസിന് ഇത്രയും പ്രസക്തി എന്ന് പറയുന്നതിനകത്തുള്ള സാധനം സ്ട്രെസ് ബസ്റ്റർ, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടത് അത്തരം സ്ട്രെസ് ബസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ആൾക്കാർ എന്റർടൈൻ ചെയ്യാനാണ് പോകുന്നത്. അതിന്റെ അല്ല, അതെ. അപ്പോൾ ആവേശം അതുകൊണ്ടാണ് ഒരു പടി ഇപ്പോഴും കളക്ഷനിലും ഒരു പടി മുകളിലാണെന്ന്, അല്ലെങ്കിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല, ഒരു പടി മുകളിലാണെന്ന് പറയാൻ കാരണം ആവേശത്തിന് കുറച്ചുകൂടെ ഓളം ഉണ്ട്. ആ ടൈറ്റിൽ തന്നെ ഒരു ആവേശം ഉണ്ട്. അപ്പോൾ തിയേറ്ററിക്കൽ ഡിസൈൻ ആണ്, ഫെസ്റ്റിവൽ പടമാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലും ആവേശത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. ഫെസ്റ്റിവലിന് വരുമ്പോൾ കുറച്ചുകൂടെ ഇമോഷണലാണ്, ഡ്രാമയാണ്. പക്ഷെ നമുക്കിപ്പം കളക്ഷൻ നോക്കുമ്പോൾ പോലും നമുക്കിപ്പോൾ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഇറക്കിയിട്ടില്ല. കാരണം ഫസ്റ്റ് വീക്ക് അവർ ആവേശമായിരുന്നു. അല്ലെങ്കിൽ GCCയിൽ ആക്ച്വലി ആവേശമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ടോപ്പിൽ. ഓൾ കേരള ആവേശമാണ് ടോപ്പിൽ, GCCയിൽ വർഷങ്ങൾക്ക് ശേഷമാണ്. UK ഇത് ഇറങ്ങാത്തത് കൊണ്ട് ആവേശം ഒരുപടി മുകളിലാണ്. അല്ലെങ്കിൽ ആക്ച്വലി ആവേശത്തിനേക്കാൾ ഒരുപടി മുകളിൽ വേണ്ടതാണ്. കാരണം ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്. കാരണം ആവേശം സിംഗിൾ മാൻ ക്യാരി ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ പുറത്ത് ഓവർസീസ് പോകുന്ന സമയത്ത് അവർക്ക് പ്രണവിനെ കാണാം, നിവിനെ കാണാം, വിനീത് ശ്രീനിവാസൻ പടം, ഇത് വേറൊരു സാധനമുണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. അവർ പ്രിഫർ ചെയ്യുന്നത് ഫാമിലിയാണ് കുറെ കൂടുതൽ ഓവർസീസ്. അപ്പോൾ അവർക്ക് വേണ്ടത് വിനീത് ശ്രീനിവാസൻ പടത്തിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ പിള്ളേരുടെ ഇടയിൽ അല്ലെങ്കിൽ യങ് ഓഡിയൻസിനിടയിൽ ആവേശമാണ് വിനീത് ശ്രീനിവാസൻ പടത്തിനേക്കാളും ഇവിടെ സെല് ചെയ്യുന്നത്. അപ്പം ഇവിടെ അതിൽ പോലെ വ്യത്യാസമുണ്ട്. ഓവർസീസ് GCCയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷവും സെക്കൻഡാണ് ആവേശം. കേരളത്തിൽ ആവേശം ഫസ്റ്റും, വർഷങ്ങൾക്ക് സെക്കൻഡ്. അപ്പം UK, ഓസ്ട്രേലിയ കളക്ഷനും കൂടെ, ന്യൂസിലാൻഡ് കളക്ഷനും കൂടെ വരുവാണെങ്കിൽ ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം ഒരു പടി മുകളിലാണ്. പക്ഷെ റിലീസ് ചെയ്തില്ല, കാരണം അവർ 18-നാണ് UK റിലീസൊക്കെ വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ആവേശം 50 ഗ്രോസ് ആയിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 45-48 ഗ്രോസ് ആയിട്ടുണ്ട്. തൊട്ട് പുറകിലുണ്ട്. പക്ഷെ എഗെയിൻ ഫെസ്റ്റിവൽ വരുമ്പം എപ്പോഴും ആൾക്കാർക്ക് വേണ്ടത് എന്റർടൈനർ. ആ രീതിയിൽ ആവേശമാണ് അതിനെ മീറ്റ് ചെയ്യുന്ന സിനിമ, ആ പർപ്പസ് മീറ്റ് ചെയ്യുന്ന സിനിമ. ആ രീതിയിൽ ലവാക്ഷനും ഒരു പ്രസക്തി ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ ഈ ധ്യാനിന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞാലും പറഞ്ഞു, ഞാൻ ധ്യാനെ എനിക്ക് തോന്നുന്നു അതിന്റെ ആദ്യ ഇന്റർവ്യൂ ഞാനാണ് ചെയ്തത്. നമ്മള് മറ്റേ കളമശ്ശേരിയിൽ നടന്നിട്ട് തിരയുടെ മുന്നിൽ ധ്യാനോട് പല സമയത്തും സംസാരിക്കുന്ന സമയത്ത് വെച്ചാൽ ഏത് വിഷയത്തോട് ചോദിച്ചു കഴിഞ്ഞാലും ധ്യാനിൻ്റെതായ ഒരു ടേക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളത് പോലും ധ്യാൻ്റെതായ ഒരു ഐഡിയ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സിനിമയുടെ ടെക്നിക്കൽ സംഗതി കാര്യം ധ്യാനം സംബന്ധിച്ച് തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഈ ഒരു ഡയറക്ടോറിയൽ തുടർച്ച വലിയ താല്പര്യമായിട്ട് നിൽക്കില്ല. കാരണം വെച്ചാൽ അതിന് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. ഇപ്പം ധ്യാൻ പറയുന്നത് ശരിക്കും ഒരു ഷോ ബിസിനസ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഷോ ബിസിനസ്സിനെ കുറിച്ച് ഇത്രയും കൃത്യത ഒബ്സർവേഷനൊക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയുടെ ഫെയിലിയർ എന്താണ്, അതൊക്കെ കൺവിൻസിങ് ആളാണ്. ഞാൻ കൃത്യമായൊരു കൺവിക്ഷനോട് കൂടിയാണ് പറയുന്നത് എൻ്റെ സിനിമയ്ക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പക്ഷേ അത് അപ്പോൾ വിനീത് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. കാരണം വെച്ചാൽ എത്രയോ അപ്രൂവൽ ഉള്ള ഒരാളാണ് ധ്യാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മഞ്ജു വാര്യർ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റ് പല ആക്ടേഴ്സും ധ്യാൻ ഒരു കഥ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്യാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു നെക്സ്റ്റ് ഡയറക്ടോറിയൽ എന്നുള്ളത് ധ്യാൻ ഒരു പ്രിഫറൻസ് ആക്കാതിരുന്നത് എന്താ കാരണം? അല്ല, ഞാൻ 2000 കാരണം ഈ സത്യം ജെനുവിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് മാറി, സിനിമ ഭയങ്കരമായിട്ട് ഇവോൾവ് ആയി. ഓരോ കാലം കഴിയുന്നവർ. ഇപ്പം ഞാൻ ഇതേ ചോദ്യം ദിലീഷ് ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രകാശം ചെയ്യുമ്പോഴും ഇപ്പം അടുത്ത് കണ്ടപ്പോഴും എന്താ ഡയറക്റ്റ് ചെയ്യാത്തത്, കാരണം എന്താണ് ഇപ്പം വേണ്ടത്. പക്ഷെ ഓഡിയൻസിന്റെ പല രീതിയിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രെൻഡ് പിടിച്ചാണ് പലപ്പോഴും പല സിനിമകളും ഉണ്ടാകുന്നത്. ത്രില്ലർ വരുന്നു. ഇപ്പം ത്രില്ലർ വരുന്ന സമയത്ത് ഒരു ത്രില്ലർ പടം ചെയ്തേക്കാന്ന് പറയുന്നു. ഒരു തണ്ണീർമത്തം വരുമ്പോൾ ആൾക്കാർ വന്ന് അതല്ല പിള്ളേർ വൈബിലെ പരിപാടി. ഓക്കെ, അഗൈൻ ഫാമിലി. അപ്പം എന്ത് സിനിമയാണ് ഇപ്പൊ ചെയ്യേണ്ടത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ RDX വരുമ്പോൾ അടി ആക്ഷൻ, തല്ലുമാല വരുമ്പോൾ ആക്ഷൻ. അപ്പോൾ കുറെ ആൾക്കാർ ആക്ഷന്റെ പുറകെ പോകും. അപ്പോഴേക്ക് ആ ട്രെൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇതിനെ മാച്ച് ചെയ്യാനും പറ്റില്ല, ഈ RDX-നെയും അല്ലെങ്കിൽ തല്ലുമാലനെയും മാച്ച് ചെയ്യാനും പറ്റില്ല. അവിടെ ഇവിടെ അല്ലാതെ ആയിപ്പോവുകയും ചെയ്യും.
പിന്നെ കുറെ ആൾക്കാർ പിന്നെ എനിക്കൊന്ന് തമിഴ് തെലുങ്ക് ഈ KGF ജയിലറൊക്കെ വരുമ്പോൾ അത് മലയാളത്തിൽ വേണ്ടി വരും. അതൊക്കെ നമ്മുടെ കൺമുന്നിലിരുന്ന് പൊട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്യാൻവാസിൽ പടം എടുത്തിട്ട് എവിടെ എത്താതെ പോകുന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഞാനിത് ഈ ഇവോൾവ് ആവുന്നതും ഞാൻ ഗ്രാജ്വലി ഞാൻ ഒബ്സർവ് ചെയ്യാണ് ഈ പറഞ്ഞ സിനിമ ചെയ്യുന്നതോടൊപ്പം തന്നെ. കാരണം എന്ത് ചെയ്യണം അടുത്ത്, കാരണം ഒരുപാട് കഥകളുണ്ട് മനുഷ്യരുടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് കഥ പിക്ക് ചെയ്തിട്ട് അവിടേക്ക് കിട്ടിയത് കുറെ സിനിമകളുണ്ട് ഉണ്ട് പലരെടുത്ത് ഡേറ്റ് തന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ. കാരണം എല്ലാവർക്കും പേഴ്സണൽ നോട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഓപ്പൺ എപ്പോഴും വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതായത് മെയിൻ സ്ട്രീം ആക്ടേഴ്സ്. കാരണം ലവ് ആക്ഷൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വലിയ സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, വലിയ ക്യാൻവാസിലുള്ള. അപ്പം അതിൽ ഏത് കഥ ചെയ്യണം എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ. ഏത് സിനിമ ചെയ്യണം, ആരെ വെച്ച് ചെയ്യണം, അത് ആരുടെ കൂടെ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഇയർ ഫെബ് മാർച്ചോടുകൂടി എൻ്റെ ഇപ്പമുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, ഒരു വർഷത്തേക്കുള്ള കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഏപ്രിലോടുകൂടി അതിൻ്റെ ഒരു പ്രീയിലേക്ക് കടക്കാം എന്നുള്ളൊരു തീരുമാനം. ഇപ്പോൾ കൺഫ്യൂഷൻ തീർന്ന് ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അത് റോംകോം ആണ്, ലവ് സ്റ്റോറിയാണ്. ഒരാളുടെ ലവ് സ്റ്റോറിയാണ്, ഒരു മിഡിൽ ഏജ്ഡ് മാൻ ലവ് സ്റ്റോറി. മൾട്ടി സ്റ്റാർ ആണ്. ഓഫ് മൾട്ടി സ്റ്റാർ ഇൻ ദ സെൻസ് ഒരു സിംഗിൾ ക്യാരക്ടർ ഡ്രിവൺ പരിപാടിയാണ്, പക്ഷേ സപ്പോർട്ടഡ് ബൈ ബഞ്ച് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു മിഡിൽ ഏജ് മാൻ്റെ ലവ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു പരിപാടിയാണ് വെച്ചിട്ടുള്ളത്. ഹ്യൂമർ, പ്യുവർ സ്ലാപ്സ്റ്റിക് ഓവർ ദ ടോപ്പ് പരിപാടിയല്ല, വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ഹ്യൂമറുള്ള ഒരു പരിപാടിയാണ് ആലോചിക്കുന്നത് ഇപ്പം ചെയ്യാൻ. ഫൺ, അത്രയേ ഉള്ളൂ. ധ്യാൻ എങ്ങനെയാണ് ഈ ഒരു ത്രെഡ് ടു സ്ക്രിപ്റ്റ് ടു ഫിലിം, ധ്യാനിന്റെ പരിപാടി എന്താ ശരിക്കും? കാരണം ഞാൻ പറഞ്ഞത് ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇന്റർവ്യൂവിൽ തന്നെ കുറെ വിശദീകരിച്ചു. പക്ഷെ എന്തായാലും ഇതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടല്ലോ, ഇങ്ങനൊരു റിലേഷൻഷിപ്പ് എടുക്കാം, ഈ ഫോർമാറ്റിൽ എടുക്കാം, ഇങ്ങനെ ഒരു ജോണറിൽ പിടിക്കാം, ഇന്ന ആക്ടറിനെ പ്ലേസ് ചെയ്യാം. ധ്യാനിന്റെ ശരിക്കുള്ളൊരു പരിപാടി എങ്ങനെയാണ്? ഞാനിപ്പോ മഞ്ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കഥ അത് നമ്മള് അത് നീണ്ടുപോകാൻ കാരണം വെച്ചാൽ നമ്മളത് ബൈലിംഗ്വൽ ആയിട്ട്, കാരണം അത് വലിയ ബഡ്ജറ്റിൽ ചെയ്യേണ്ട സിനിമയാണ്, വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ട സിനിമ. അതാണ് അത് നമ്മൾ ഇപ്പോഴും, കാരണം അത് ഒന്നും കൂടെ ഏതായാലും അത് നമുക്കൊക്കെ, കാരണം ഏട്ടൻ നേരത്തെ ഹൃദയം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ ഇത്രയും വലിയ ഒരു ക്യാരക്ടർ, ഇത്രയും ആർട്ടിസ്റ്റ് വെച്ച സിനിമ ഞാൻ കോൺഫിഡൻസ് വന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമുക്ക് മഞ്ചേച്ചിയുടെ സിനിമ അത് കോൺഫിഡൻസ് ഇല്ല നമുക്ക്, കാരണം വലിയ സ്കെയിലിൽ കോൺഫിഡൻസിനേക്കാളും അത് ആ ബഡ്ജറ്റും നമുക്കൊരു വിഷയമാണ്. അപ്പം അപ്പോൾ കാരണം അത് ബൈലിംഗ്വൽ എല്ലാം മനുഷ്യച്ച് എൻ്റെ ആഗ്രഹം തന്നെ, നമ്മുടെ ആഗ്രഹം തന്നെ അത് ഒരു പാനന്തിന് റീച്ച് കിട്ടാൻ സാധ്യതയുള്ള സിനിമയാണ്. കാരണം ആക്ഷൻ ഉണ്ട്, ഷൂട്ട് ഔട്ടാണ്. അപ്പോൾ ആ കഥ ഞാൻ ആലോചിക്കുന്നത് തന്നെ അതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്, നടന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ വായിച്ചതും കേട്ടതും അറിഞ്ഞതായിട്ടുള്ള സംഭവങ്ങളാണ് ചിലതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പിന്നെ ഓപ്പറേഷൻ ജാവ കണ്ട സമയത്ത് ഞാൻ ഒരു സബ്ജക്റ്റ് ഇതുപോലെ കണ്ട സിനിമകളിൽ നിന്ന് കിട്ടുന്നതാണ് പലപ്പോഴും, കാണുന്ന സിനിമകളിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ആണ് പലപ്പോഴും. ഇപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ദശരഥത്തിന്റെ ഒരു മോഡേൺ ഡേ വേർഷൻ. ഓക്കെ, അന്ന് സീക്വലല്ല, ഒരു മോഡേൺ ഡേ വേർഷൻ. ഞാൻ വെറുതെ അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല, അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. കാരണം സറോഗസി, കാരണം ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇന്ന്. പക്ഷെ അതിന് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് ഇതുണ്ട്. കാരണം അത് എത്രയോ എഹെഡ് ഓഫ് ടൈം ട്രാവൽ ചെയ്ത സിനിമയാണ് ചില സാധനങ്ങൾ. തിരാറ്റു ജെനുവിൻ ആയിട്ട് ആലോചിക്കുന്നുണ്ട്. തിരാറ്റു സെക്കൻഡ് പാർട്ട് ഞാനിപ്പോൾ ഒരു ഡയറക്ടറോട് എനിക്കത്, കാരണം ഞാൻ രാകേഷ് ചേട്ടനാണ് മണ്ടോടിയാണ് കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ രാകേഷ് ചേട്ടൻ്റെ അടുത്ത് സെക്കൻഡ് പാർട്ടിന്റെ ഫുൾ പരിപാടി ഉണ്ട്. എഴുതിയിട്ടില്ല, ലൈക്ക് ഫുൾ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാനത് വേറൊരു ഡയറക്ടറിനോട്, ഇവിടുത്തെ ഒരു ഹിറ്റ് സിനിമ ചെയ്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിച്ചു. അവനത് ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പം ഞങ്ങളത് ഒരു രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഓപ്പറേഷൻ ജാവ കാണുന്നു. ഓപ്പറേഷൻ ജാവ കണ്ടതിന് ശേഷം ഞാൻ സൈബർ ക്രൈംസിനെ പറ്റി ഞാൻ അന്ന് പലപ്പോഴും നമ്മൾ റീസേർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം റീസേർച്ച് അത് കണ്ടപ്പോൾ എനിക്ക് ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ കഥ ആലോചിക്കുന്ന സമയത്ത് റോം കോംസ് ആലോചിക്കും, ഇന്ന പല ജോണറിലുള്ള സാധനങ്ങൾ ആലോചിക്കും. ചില സമയത്ത് ഇപ്പോൾ മറ്റേ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ സൈബർ സ്റ്റോക്കിങ്ങിനെ കുറിച്ചും ഫിഷിങ്ങിനെ കുറിച്ചും അങ്ങനത്തെ കുറേ സാധനങ്ങളെ പറ്റി റീസേർച്ച് ചെയ്തു. ആ 3 ദിവസത്തിനുള്ളിൽ ഞാനൊരു സബ്ജക്റ്റ് വർക്ക് ചെയ്തു. അത് ഞാൻ ആക്ച്വലി രാജുവേട്ടനോട് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഞാൻ രാജുവേട്ടനോട് പറയണമെന്ന് വെച്ചിട്ട് നിൽക്കുന്ന ഒരു സാധനം. അതിനാണ് ഞാൻ അന്ന് മെസ്സേജ് അയച്ചതും, ഒരു മെസ്സേജ് അയച്ചിട്ട് പറയാൻ ചെയ്തു. ഞാൻ പോയില്ല. അത് എഗെയിൻ എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാവ കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ ഒരു സാധനം, ഇത് എന്തുകൊണ്ട് ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആണ്, നമ്മൾ അങ്ങനെ ഒരു ഏരിയ അല്ലെങ്കിൽ സൈബർ ക്രൈംസിനെ പറ്റി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു വിഷയം. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാൻ ആഗ്രഹം, കാരണം മഞ്ജു ചേച്ചിന്റെ പടം ഷൂട്ട് ഔട്ടാണ്, പ്രോപ്പർ ഷൂട്ട് ഔട്ടാണ്. കാരണം അത് ഞാൻ ആലോചിക്കുന്നത്
ഞാൻ കുറേ കാലത്തിന് ശേഷം കാക്ക കാക്ക കാണുന്നു. Yes. ഓക്കെ, കാക്ക കാക്ക കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഷൂട്ടൗട്ട് ലോക്കൺവാല, വഡാല, ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് അപ്പം പിന്നെ വഡാല കണ്ടു, ലോക്കൺവാല കണ്ടു. അപ്പം ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ പിന്നെ ഒരു ഷൂട്ടൗട്ട് വന്നിട്ടില്ല, ഒരു സിനിമ വന്നിട്ടില്ല. അപ്പം ഞാൻ ഓക്കെ വേറെ അങ്ങനെ ഞാൻ പല പല ടൈപ്പ് ജോണർ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ. കാരണം ഇപ്പൊ ഏട്ടൻ ചെയ്യുന്ന സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഫീൽ ഗുഡ് പരിപാടി. എൻ്റെ പരിപാടി സ്കീം അതേയല്ല. എനിക്ക് പല പല ടൈപ്പ് ഓഫ് ജോണറിലുള്ള കഥകൾ ആലോചിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എന്നോട് ഇപ്പം ഹൊറർ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു 5-6 ഹൊറർ കഥകളുണ്ട്. ത്രില്ലർ ആണെങ്കിൽ എൻ്റെ 5 ത്രില്ലർ കഥകളുണ്ട്. മീൻസ് ഇത് ധ്യാൻ എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെയും 2 സ്റ്റൈൽ ഓഫ് വർക്കാണ്. വിനീത് പറയാണ്ട് വിനീത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഡയലോഗ്സ് ഇത് ചെയ്യും. ഇപ്പം ഇത് നമ്മൾ തലയിൽ ശേഖരിക്കുകയാണോ, ലാപ്പിൽ ശേഖരിക്കുകയാണോ, പേപ്പറിൽ ശേഖരിക്കുകയാണോ, എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ ഏറ്റവും ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ബഞ്ച് ഓഫ് ആൾക്കാരെടുത്ത്, ഇപ്പം വിശാഖ ആയിക്കോട്ടെ, അജു ആയിക്കോട്ടെ, അല്ലാതെ എൻ്റെ കൂടെയുള്ള അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ് പരിപാടിയുടെ അടുത്ത് ഞാൻ ഒരു നല്ല രീതിയിൽ നറേഷൻ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഫീഡ്ബാക്ക് കിട്ടുന്ന ഈ ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ നറേഷനാണ് പലപ്പോഴും ഈ കഥ ഗ്രോ ചെയ്യാറ്. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങൾ പറയും. പിന്നെ എനിക്ക് കഥ പറയുന്ന സമയത്ത് നമുക്ക് പിന്നെയും ഞാൻ നല്ല സ്റ്റോറി ടെല്ലറാണ് ആ രീതിയിൽ. ആ കഥ പറഞ്ഞ് എല്ലാ രീതിയിലും കഥ പറഞ്ഞ് വരുമ്പോഴേക്ക് എനിക്ക് അതിനൊരു പൂർണ്ണ രൂപം കിട്ടും, ക്ലാരിറ്റി കിട്ടും. പിന്നെ അത് എൻ്റെ മനസ്സിലുണ്ട് എല്ലാ കഥയും. ഈ പറഞ്ഞ കഥകളൊക്കെ ഇപ്പം മഞ്ചേച്ചിൻ്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞപ്പോഴും ചേച്ചിയുടെ അടുത്തായിട്ടുള്ള ഡിസ്കഷനിലാണ് അത് ഗ്രോ ചെയ്തത്. പലപ്പോഴും ആർട്ടിസ്റ്റുമായിട്ടുള്ള സംസാരത്തിനിടയിലും അത്. പക്ഷേ അതിന് മുന്നേ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ 10ഓളം അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ക്ലോസ് സർക്കിളിലുള്ള 5-10 ആൾക്കാരുടെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് ഈ കഥ പറയും. ഈ 10 പേരുടെ മനസ്സിൽ ഈ കഥ ഉണ്ടാവും. കാരണം ഞാൻ അത്രയധികം ഡീറ്റെയിൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ മറന്നുപോയാലും ഈ 10 പേര് ഓർത്ത് വെച്ചു. കാരണം ഞാൻ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്യൽ പരിപാടി അല്ലെങ്കിൽ ഏട്ടൻ എപ്പോഴും ഭയങ്കര പേഴ്സണലാണ് ഈ കഥകളൊക്കെ. എന്നുവെച്ചാൽ ദിവ്യന് മുകളിൽ ഏട്ടൻ ആ കഥ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള ചുറ്റുമുള്ള എൻ്റെ അസോസിയേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ, ഇവരെടുത്ത് ഞാൻ നിരന്തരമായിട്ട് എനിക്കൊരു പുതിയൊരു തോട്ട് വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പോയിട്ട് ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്. അവരെടുത്ത് പോയിട്ട് ഈ കഥ പറഞ്ഞ് അവർ ഒരു ഫീഡ്ബാക്ക് തരുമ്പോൾ ഞാൻ അതങ്ങ് ലോക്ക് ചെയ്ത് അങ്ങ് മാറ്റി വെക്കും. അത് തീർന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ 4 ദിവസത്തിൽ അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ ഒരു സാധനം ആലോചിക്കാറില്ല. കാരണം അത് കഴിഞ്ഞ് എനിക്ക് ബോറടിക്കും. അപ്പം അതിനൊരു ടേക്ക് ഓഫ് ഉണ്ടാവും. കൃത്യമായിട്ട് ഒരു ജംഗ്ഷനിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് പോലെ അവിടെ വെക്കുന്നു, അതങ്ങ് വിടുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും വലിയ സിനിമകളാണ്. വലിയ സിനിമകൾ എന്ന് വെച്ചാൽ വലിയ ബജറ്റിൽ ചെയ്യേണ്ട സിനിമകളാണ്. അപ്പം അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പരിപാടി നമ്മുടെ ഒരുപാട് സമയം നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അത് 1 at a time നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഓവർ ദി ഇയേഴ്സ് ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു 1 year പ്ലാൻ, ഒരു 5 year പ്ലാൻ ഒന്നുമില്ല. എൻ്റെ പ്ലാനൊക്കെ ആഫ്റ്റർ 5 years അല്ലെങ്കിൽ 6 years. കാരണം ഈ ഇൻഡസ്ട്രി ഇനിയും വളർന്നാൽ മാത്രമേ എൻ്റെ സിനിമകൾ, എൻ്റെ കഥകൾ പുറത്തോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് എല്ലാം 20 കോടിയും 30 കോടിയും. കാരണം ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ അത്തരം കഥകൾ ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ട് എല്ലാം കൊണ്ടും. അപ്പോൾ ഇനിയും കുറച്ചൊരു ഗ്രോ ചെയ്താൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അത് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞൊരു 5 year പ്ലാൻ അല്ലെങ്കിൽ 10 year പ്ലാനാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ ജിമിട്ട് ചോട്ടാ കഥകൾ അല്ലെങ്കിൽ കയ്യിലുള്ള ചെറിയ ചെറിയ ചോട്ടാ കഥകൾ കയ്യിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ കുഞ്ഞു കഥകളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പഠിക്കുമല്ലോ, ഇതൊക്കെ പാളി, ഇതൊക്കെ പോയി, ഇതൊക്കെ വീണു, ചെറിയ സാധനങ്ങൾ ആവശ്യക്കാർ വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള ചോട്ടാ കഥകളൊക്കെ എടുത്തിട്ട് ചെറിയ കുഞ്ഞു ബജറ്റ്. അതായത് ശരിക്കും ഇപ്പം ശ്രീനിയേട്ടൻ ആ കാര്യത്തിൽ പിന്നെ ധ്യാൻ എഴുതുന്നു, ധ്യാൻ ഡയറക്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടായിട്ട് തന്നെ കാണുന്നത് അല്ലേ? സ്ക്രിപ്റ്റ് ചെയ്തു കൊടുക്കാം അല്ലേ? ഇപ്പം മറ്റേ ദിനിലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം സ്ക്രിപ്റ്റ് ചെയ്തു കൊടുക്കാം, ഡയറക്റ്റ് ചെയ്യാന്നുള്ളത്. ഡയറക്ഷൻ എന്നുള്ള കാര്യത്തിൽ ധ്യാൻ കുറച്ചുകൂടി ലോക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൺവിൻസിങ് ആവുന്ന ഒന്ന് ചെയ്താൽ മതി, എല്ലാം ഒത്തുവരുന്ന സമയത്ത്. കാരണം ഇപ്പൊ ഞാൻ രണ്ടാമത് ആലോചിക്കുന്നത് പോലും ആൾക്കാരെ ഞെട്ടിക്കാനുള്ള സിനിമയോ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ രാജുവേട്ടൻ ഞാൻ ആലോചിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആൾക്കാരെ ഒന്ന് ഞെട്ടിച്ച് തിയേറ്ററിൽ ഇരുത്താൻ പറ്റുന്നൊരു സാധനം. ഞാൻ ആ സൈബർ ക്രൈം എന്ന് പറഞ്ഞ സാധനം അതൊന്നും ആൾക്കാരെ ഞെട്ടിക്കാൻ പറ്റുന്ന സിനിമയാണ്. മറ്റേനേക്കാളും ആൾക്കാരൊന്ന് ഞെട്ടാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നേരത്തെ നമ്മുടെ ഭക്ഷണക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് ചോദിച്ച പോലെ ആൾക്കാരൊന്ന് ഞെട്ടിക്കാൻ വേണമെങ്കിൽ. പക്ഷെ എനിക്കിപ്പം ഞെട്ടിക്കാനല്ല താല്പര്യം. എനിക്കിപ്പം ആൾക്കാരെ ചിരിപ്പിച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് ആൾക്കാരെ, കാരണം എപ്പോഴും വലിയ ത്രില്ലർ അല്ലെങ്കിൽ വലിയ ക്യാൻവാസിലുള്ള സിനിമകൾക്ക് കുറച്ചുകൂടെ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടും. അപ്പം സംഭവങ്ങളുണ്ടെങ്കിൽ വലിയ അതിനകത്തുള്ള അത്തരം സംഭവമുള്ളൊരു സാധനം, അത് ഒരു ഹെവിനെസ് ഉണ്ട് ആ സബ്ജക്റ്റിന്. മറ്റേത് ലൈറ്റ് ഹാർട്ടഡ് സാധനമാണ്. കാരണം എനിക്കിപ്പം കാണാൻ ആഗ്രഹവും എനിക്ക് ആൾക്കാരെ ചിരിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ആൾക്കാർ എൻ്റർടൈൻ എൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ബിക്കോസ് എന്നെ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ആൾക്കാർക്ക് എൻ്റെ ഹ്യൂമർ എന്താണെന്നും, ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമ ഇന്ന് ഇറങ്ങുവാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഹ്യൂമർ അറിയാവുന്ന ആൾക്കാർക്ക് ഇന്ന് കുറച്ചുകൂടെ ഓടാൻ മാറും. അപ്പം
ഇപ്പം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹ്യൂമറാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അത്തരം ത്രില്ലറും അല്ലെങ്കിൽ അത്തരം ഹെവി സബ്ജക്ട്സ് ഒക്കെ എല്ലാം ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ തള്ളി അങ്ങ് വെച്ചിട്ട് ഹ്യൂമർ, ലൈറ്റ് ഹാർട്ടഡ് റോം കോം എന്ന് വെച്ചാൽ വലിയ ക്യാൻവാസിലുള്ള റോം കോമുകളാണ് ഞാൻ പറയുന്നത്. അത്തരം വലിയ വലിയ ഗ്രാൻഡിയറിലുള്ള സിനിമകൾ, പക്ഷേ റോം കോം അല്ലെങ്കിൽ ആൾക്കാർക്ക് ചിരിക്കാൻ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമകളെ കുറിച്ച് ആലോചിക്കും. ഞാൻ പലപ്പോഴും സംസാരിച്ചപ്പോഴും ഇൻ്റർവ്യൂലൊക്കെ ആണെങ്കിലും ധ്യാൻ പറഞ്ഞ സാധനമാണ്, മലയാളത്തിൽ എപ്പോഴും ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആരാധനയൊക്കെ തോന്നുന്ന ഒരാളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും പൃഥ്വിയുടെ കാര്യം പറയാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് പൃഥ്വിയുടെ ഗ്രോത്തിനെ രണ്ട് രീതിയിലും ധ്യാൻ മെൻഷൻ ചെയ്ത് പറയാറുണ്ട്. ഇപ്പം ഈ മുംബൈ പോലീസിലെ ക്യാരക്ടർ ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഡ്രിവണായും പറയാറുണ്ട്, അല്ലെങ്കിൽ പൃഥ്വി പറയുന്ന ഒരു ഇപ്പോൾ ഇത് ഓരോ കാര്യത്തിലുള്ളൊരു പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ മെൻഷൻ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പല സമയത്തും ഞാൻ തിയേറ്ററിൽ കാണുന്നത് അജിത്തിൻ്റെ പടത്തിൻ്റെ സെക്കൻഡ് ഷോയുമായി ബന്ധപ്പെട്ടാണ്. ഭയങ്കര ഹാർഡ് കോർ അജിത്ത് ഫോളോവർ ആയിട്ട് കൂടിയാണ്. ശരിക്കും ഈ ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സിനിമയുടെ കാര്യത്തിൽ ഇവരേതെങ്കിലും തരത്തിൽ ഒരു സ്റ്റാർ ആക്ടർ എന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഇപ്പം രാജുവേട്ടൻ എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ 24 വയസ്സിലാണ് വാസ്തവം എന്ന് പറഞ്ഞ സിനിമ. വാസ്തവം അപ്പം നമ്മളെ ന്യൂ ഏജ്, കാരണം ഓഫ്കോഴ്സ് മമ്മൂക്ക, ലാലേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് തന്നെയാണ് തമിഴിൽ നമുക്ക് അജിത്തിനോടുള്ള ഇഷ്ടത്തിന് കാരണം വെച്ചാൽ രജനീകാന്ത്, കമലഹാസൻ, പിന്നെ ഇടയ്ക്ക് ശരത് കുമാർ വരുന്നു, സത്യരാജ് വരുന്നു, വിജയകാന്ത് വരുന്നു, ഇങ്ങനെയുള്ള പല പല ആൾക്കാർ വരുന്നു. ഈ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസ് ഹീറോ വരുന്നത് ദീന എന്ന് പറഞ്ഞ പടത്തിലൂടെ. കാരണം അന്ന് അതിന് മുന്നേ വരെ ചെറിയ ചെറിയ കുഞ്ഞു പടത്തിൽ അപ്പം വിജയ് സ്റ്റാറായിട്ട് വിജയ് കുറേ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ എന്താ പ്രേമാനവളെ അല്ലെങ്കിൽ ബദ്രി, ഇതുപോലത്തെ സിനിമകളൊക്കെ വിജയ് സൈഡിൽ റൊമാൻറ്റിക് ഹീറോ ആണ്. മറ്റേ കനീത്തിപ്രാവിൻ്റെ തമിഴ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വിജയനെ ചോക്ലേറ്റ് ഹീറോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു മാസ് ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന സ്ഥലത്താണ് തല എന്നാണ് അജിത്തിനെ വിളിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ പേരാണ് അജിത്ത്, ദീനയുടെ. അപ്പം നമ്മൾ അവിടെ ഒരു പുതിയൊരു സ്റ്റാർ ഉണ്ടാവണം. കാരണം അതിന് മുന്നേ അജിത്ത് വാലിയും മറ്റേ അമരാവതിയും മറ്റേ ഇതിനകത്ത് കുറേ റോം കോമും ചെറിയ ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ അജിത്തിനൊരു വലിയൊരു സ്റ്റാർ പരിവേഷം കിട്ടുന്ന സിനിമ ദീനയാണ്. അപ്പം ഇപ്പം ഗില്ലിയാണ് അതുപോലെ. ഗില്ലി അല്ലെങ്കിൽ ഗില്ലിക്ക് മുന്നേ തിരുമലയുണ്ട്, മറ്റേ കുറച്ച് സിനിമകളൊക്കെ വന്നു. പക്ഷെ ഗില്ലിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഉണ്ടാവുന്നത് വിജയ്ക്ക്. എന്താണ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് കിട്ടുന്നത്. അത്തരം ഒരു ഇമേജാണ് അജിത്തിനോട് നമ്മളെ ഫസ്റ്റ് അടുപ്പിക്കുന്നത്. കാരണം നമ്മൾ ചെന്നൈയിൽ ജനിച്ചു വളർന്നുകൊണ്ട് പഠിച്ചു വളർന്ന സമയമാണ്. അപ്പം വന്ന സമയത്താണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റാറിനോട് നമുക്ക് പെട്ടെന്നൊരു അടുപ്പം വരിക. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യുമ്പോൾ അയാളെ നമ്മൾ ഭയങ്കരമായിട്ടൊരു ആരാധനയോട് സ്ക്രീൻ പ്രസൻസും പരിപാടിയും. അതേ നമ്മൾ റൊമാൻറ്റിക് ഹീറോസിനെ നമ്മൾ കാണുന്നത് അടുത്ത വീട്ടിലെ നെക്സ്റ്റ് ഡോർ ആള്. നമുക്ക് അയാളോട് ഒരു കണക്ട് ഉണ്ടാവുന്നതിനപ്പുറം നമ്മൾ അയാൾ ആരാധനയോടുകൂടി നമ്മൾ കാണില്ല. മറ്റേത് അയാളെ പവർ ഫീൽ ചെയ്യും. ഇത് തന്നെയാണ് രാജുവേട്ടൻ്റെ കേസിലും. കാരണം രാജുവേട്ടൻ വാസ്തവം കഴിഞ്ഞ് നമുക്കൊരു ഒരു പരിപാടി കാരണം നന്ദനം കഴിഞ്ഞതിന് ശേഷം ഫാനായതല്ല. നന്ദനം കഴിഞ്ഞു അതിനെ ഫോളോ ചെയ്തിട്ട് ഓഫ്കോഴ്സ് കാണാൻ ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാൾ, ശബ്ദം, കാരണം ഇത് ഭയങ്കര ഫാക്ടേഴ്സാണ്. അഭിനയത്തെക്കാളും ഒരു സ്റ്റാർ മെറ്റീരിയലാണ് പുള്ളി. അഭിനയത്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ പ്രസൻസും. അപ്പം അത്രയും ഒരു നമുക്ക് ലുക്ക് അപ്പ് ടു ഹിം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ആ സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, കാരണം 24 വയസ്സിൽ വാസ്തവം പോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അഫ്കോഴ്സ് ലാലങ്കളുണ്ട്, ലാൽ സാർ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 24 year old ഒരു പയ്യൻ വാസ്തവം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യട്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് അന്ന് അച്ഛന്, എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയ്ക്ക് അച്ഛന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. എനിക്ക് സിനിമ എന്ന് ഓർമ്മയില്ല. അന്ന് ആ ഫംഗ്ഷൻ ടാഗോർ തിയേറ്ററിൽ നടക്കുമ്പോൾ അന്ന് രാജുവേട്ടൻ രാജുവേട്ടൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ച് കണ്ട് ഞാൻ ഫാനായിപ്പോയത് സത്യം പറഞ്ഞു. ആ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 വയസ്സിൽ ഞാൻ എൻ്റെ 24 വയസ്സിൽ മേലോട്ട് നോക്കി മറ്റേ ജീവിതം എന്താവുന്ന സമയത്ത് ഒരു ധാരണയില്ലാത്ത ഒരാളായിരുന്ന സമയത്ത് 24 വയസ്സുകാരന് ഇത്രയും വിഷനും ഇത്രയും ചിന്തയും ഇത്രയും പെർസ്പെക്റ്റീവ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഇത്രയും സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ, ഇത്രയും ഇത്രയും വേഴ്സറ്റായിട്ടുള്ളൊരു സിനിമ ചെയ്തിട്ട് അതിന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ അയാളുടെ ഫാനായി പോകും. അന്ന് തൊട്ട് അല്ലെങ്കിൽ ആ സിനിമ കണ്ടത് തൊട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ്. പിന്നീട് പുള്ളി പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളൊക്കെ ഉണ്ട് അന്ന്. പക്ഷെ നമ്മൾ ഒരാളെ ഫാനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളുടെ ഫാനാണല്ലോ. പിന്നെ അദ്ദേഹം നല്ല സിനിമ ചെയ്യണം. ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എൻ്റെ ഒരു നല്ല സിനിമ. അദ്ദേഹം ഒരു നല്ല സിനിമ ചെയ്യണം, അദ്ദേഹം ഒരു ഗംഭീര കംബാക്ക് നടത്തണം. അതിനിടയിൽ കുറേ സ്ട്രീക്ക് ഓഫ് മോശം സിനിമകൾ വന്നു. അപ്പോൾ രാജുവേട്ടൻ ഒരു കംബാക്ക് നടത്തിയ കാരണം ഐറ്റം ഉണ്ട്. കാരണം സ്റ്റാർ മെറ്റീരിയലാണ് നമുക്കറിയാം.
ഒരു ആക്ഷൻ പരിപാടി വന്നു കഴിഞ്ഞാൽ അടിക്കും ഉറപ്പാണ്. കറക്റ്റ് പുതിയ മുഖം വരുന്നു, പുള്ളി സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡത്തിലോട്ട് പോകുന്ന പുതിയ മുഖം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആക്ച്വലി. അവിടെ നിന്ന് തൊട്ടിട്ട് പൃഥ്വിരാജ് കുമാരൻ എന്ന് പറഞ്ഞ ആളിവിടെ ലേബിൾ ചെയ്ത് വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പരിപാടിയിലോട്ട്. അതിന് മുന്നേ പുള്ളി ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു സ്റ്റാർഡം, അത് നമ്മൾ ഫാൻസ് അല്ലെ, ഞങ്ങൾ ഫാൻസ് ഏറ്റവും കൂടുതൽ കൊതിച്ച ഒരു മൊമെന്റ് ആയിരുന്നു പുതിയ മുഖത്തിന്റെ റിലീസ്. കാരണം അത്രയും സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ കണ്ട രാജുവേട്ടന്റെ പടം പുതിയ മുഖമായിരിക്കും. അറിയാമോ ഇപ്പം നിങ്ങൾ ഒരേ ലീഗിൽ ഉള്ള ആളുകളെ മീൻസ് ഇൻഡസ്ട്രി രാജുവേട്ടൻ അഫ്കോഴ്സ് ഞാൻ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞോട്ടെ രാജുവേട്ടൻ അറിയാം. പിന്നെ അവിടെ നിന്ന് പുള്ളിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പുള്ളി 5-10 വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പുള്ളി ഏട്ടൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചാൽ ടോർച്ച് ബെയറർ ഓഫ് മലയാളം സിനിമയാണ് പുള്ളി. കാരണം പുള്ളിയുടെ ലാംഗ്വേജ് ഇപ്പം മലയാളത്തിൽ നിന്ന് പലർക്കും പോയിട്ട് ഹിന്ദിയിലോ തെലുങ്കിലോ തമിഴിലോ ഒന്നും സിനിമ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അവിടുത്തെ ആൾക്കാർക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആർട്ടിസ്റ്റിനെ ഇത് ചെയ്യാൻ പറ്റുന്ന, ആൻഡ് ഹീസ് എൻ ആക്ടർ ഹിംസെൽഫ്. അപ്പം നടനും കൂടിയാണ്. അപ്പം പുള്ളിക്ക് ഏത് ഭാഷയിലും പോയി സിനിമ ചെയ്യാൻ പറ്റും, ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറയാൻ പറ്റും. പുള്ളിക്ക് എന്താ പറയണ്ട, പുള്ളിയുടെ പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, അതിൻ്റെ എല്ലാ ബിസിനസ്സും അറിയാവുന്ന, ബിസിനസ് സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുന്ന, എല്ലാവരുമായിട്ടും കൃത്യമായിട്ട് കോൺടാക്റ്റ് വെക്കുന്ന, എല്ലാം ചെയ്യാൻ പറ്റുന്ന വെർസറ്റൈൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ പുള്ളി എല്ലാം കൊണ്ടും ഇപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളി മലയാള സിനിമയുടെ ആക്ച്വൽ ടോർച്ച് ബെയറർ തന്നെയാണ് പുള്ളി. ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രത്യേകമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പടവും ആ രീതിയിൽ വലിപ്പം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. തീർച്ചയായും അടുത്ത പടം പൃഥ്വിയുടെ പാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അല്ല, അടുത്ത എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ല, അത് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഈ ധ്യാനം പറയണം, ഇപ്പം നമ്മളിപ്പോൾ കോവിഡിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ടിട്ടുള്ള ഇന്റർവ്യൂ, നമ്മൾ നമ്പർ ഓഫ് വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അത് ധ്യാനിൻ്റെയാണ്. ഇപ്പോൾ എവിടെ പോയാലും ധ്യാനിൻ്റെ ആ ഇന്റർവ്യൂ വെച്ചാൽ ആളുകൾ അത്ര എൻ്റർടൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഹ്യൂമർ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരാൾ, ഒരു ഹ്യൂമർ ചെയ്തിട്ടുള്ള ഒരു ആക്ടർ ചിലപ്പോൾ അയാളുടെ 5 വർഷത്തെ കരിയറിൽ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യുന്നു അത്രത്തോളം ഈ പറയുന്ന ഒരു ഓഫ് സ്ക്രീനിൽ ഞാൻ സിനിമയ്ക്ക് പുറത്ത് എൻ്റർടൈൻ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ 2 കാര്യം ചോദിക്കുന്നുണ്ട്. ഇത്രയും എൻ്റർടൈനർ ആയിട്ടുള്ള ധ്യാനിന് ഇത് സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്തുകൂടെ എന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് ഇത്രയും ചെയ്യുന്നിടത്ത്. രണ്ടാമത് ചോദിക്കുന്നത്, ഇതേ സാധനം ധ്യാൻ ഈ USP അറിയാം, ധ്യാൻ എങ്ങനെ ആളുകളെ ചിരിപ്പിക്കാൻ അറിയാം. ഒരു ഇന്റർവ്യൂ ത്രൂ ഔട്ട് ഇപ്പം എനിക്കൊന്ന് ധ്യാൻ സമീപകാലത്ത് ചെയ്തിട്ടുള്ള ഒരു പക്ഷേ അങ്ങനെ ഒരു ഫൺ എലമെന്റ് ഏറ്റവും കുറഞ്ഞ ഇന്റർവ്യൂ ചിലപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതർവൈസ് എല്ലാം എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയ്ക്ക് ധ്യാൻ ഇതെന്ന് സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്ത് ധ്യാൻ റൈറ്ററാണ്, ഫിലിം മേക്കറാണ്, ആക്ടറാണ്. ഇതിങ്ങോട്ട് മാറ്റിയെടുക്കാനും പറ്റില്ലേ എന്ന് ചോദിക്കാം. അൾട്ടിമേറ്റ്ലി സിനിമ നന്നായാലും മാത്രമേ നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടുള്ളൂ. ഇപ്പോൾ എനിക്ക് വരുന്ന കഥകൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യടൻ ചോദിച്ച പോലെ നമുക്ക് നന്നാക്കിയെടുത്ത് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് എനിക്ക് ഇതിനൊന്നുള്ള സമയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഞാനൊരു സെറ്റിലോട്ട് പോകുന്നു, ആ സെറ്റിൽ 19-20 ദിവസത്തിനാണ് അവർ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കഥയുടെ ഒരു ഐഡിയ മാത്രമേ, ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെയാണ് ഞാൻ പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ട സിനിമയെ പോലും എൻ്റെ സമയപരിധി കാരണം ഞാൻ ആ കഥ പോലും കേൾക്കാൻ, അല്ലെങ്കിൽ 6 ദിവസം വേറെ സിനിമ അഭിനയിച്ചിട്ട് 7-ാം ദിവസം ഞാൻ രാവിലെ ലുക്ക് ടെസ്റ്റും ചെയ്തിട്ട് നേരെ പോയി അഭിനയിക്കുകയാണ്. അത്രയധികം കമ്മിറ്റ്മെൻറ്റ്സ് ഞാൻ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ താല്പര്യം, ഇതിൻ്റെ ഏറ്റവും വലിയ സാധനം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. കാരണം എൻ്റെ ഇൻട്രസ്റ്റ് അന്നും ഇന്നും, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയം തൊട്ടിട്ട് അന്നും ഇന്നും ഫിലിം മേക്കിങ്ങിലാണ്. ഫിലിം മേക്കിംഗ് ആണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പം പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, 2020 എത്തിയപ്പോൾ അടുത്തൊരു സിനിമ, നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു ഡയറക്ടോറിയൽ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഡേറ്റ് കിട്ടാൻ എനിക്ക് മിനിമം 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം എടുക്കും ഒരു മെയിൻ സ്ട്രീം നടൻ്റെ ഡേറ്റ് കിട്ടാൻ. അപ്പോൾ ഈ ഗ്യാപ്പ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സാമ്പത്തികം അത് വലിയൊരു ഫാക്ടറാണ്. പണം ഭയങ്കര, കാരണം പലരും പറയും നമ്മൾ ചൂസ് ചെയ്യാവാം, ഇതാവാം. പൈസക്ക് പൈസ തന്നെ വേണം. പൈസ ഭയങ്കര വലിയ, കാരണം അന്ന് ഞാൻ കൊറോണ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു സ്വന്തം ആദ്യത്തെ പടം ചെയ്തപ്പോൾ അല്ലേ. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ അതിപ്പോൾ പണത്തിന് വേണ്ടി സിനിമ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പണത്തിന് വേണ്ടിയിട്ടായിട്ട് സിനിമ ചെയ്തിട്ടില്ല, പക്ഷേ പണവും ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്ത് സാമ്പത്തികമായിട്ട്, കാരണം കല്യാണം കഴിച്ചു, കുഞ്ഞുണ്ടായി, ഞാൻ ആ സമയത്താണ് ആക്ച്വലി ചിന്തിച്ചു തുടങ്ങുന്നത് കയ്യിൽ. കാരണം വീട്ടിൽ ഇപ്പം നമുക്ക് വെറുതെ ഇരുന്നാൽ പോലും ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കൊരു വീട്ടിൽ നിന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അച്ഛൻ സ്വയം, അതെ, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയേ പറ്റൂ. അപ്പം സ്വാഭാവികമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതായിരുന്നു ആ സമയത്ത്, കൊറോണ സമയത്ത്. എന്നാൽ പോലും കയ്യിൽ കാശുണ്ട്. പക്ഷേ അപ്പം സ്വാഭാവികമായിട്ടും വരുന്ന സിനിമകൾ, കാരണം ഞാൻ സിനിമ വരില്ല എന്ന് വിചാരിച്ച ആളാണ്. അപ്പം പിന്നെ അഭിനയത്തോട് വലിയ രീതിയിലുള്ള താല്പര്യവുമില്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ
സ്റ്റാർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഒരു നടനായിട്ട് ഇവിടുത്തെ ആൾക്കാരെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ആസ് എ നടൻ, ആസ് എൻ ആക്ടർ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം, എനിക്ക് നല്ല സിനിമകൾ അഭിനയിച്ച് തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് കാരണം അത് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ പോലും ഇപ്പം നിൽക്കുന്ന ഒരു പോയിന്റിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെന്യൂൻലി എനിക്കില്ല. ബിക്കോസ് ജെന്യൂൻലി എനിക്കുള്ള ഇൻട്രസ്റ്റ് ഇത് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് ഫിലിം മേക്കിങ്ങിലോട്ട്, കാരണം നമ്മൾ അത്രമാത്രം കൊതിക്കുകയാണ് സിനിമയുടെ ബിഹൈൻഡ് ദ ക്യാമറ നിന്നിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്തിട്ട് ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഹൈ ഒന്നും അഭിനയിച്ചാൽ കിട്ടില്ല മനുഷ്യർ. അതാണ് സത്യാവസ്ഥ. കാരണം അത് നമ്മൾ ക്രിയേറ്റേഴ്സിനുള്ള ഒരു ഫീലിംഗ് ആണ്. കാരണം ചിലപ്പോൾ ഒരു സ്റ്റാറിനെ സംബന്ധിച്ച് ഇപ്പം ഇത് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് മനുഷ്യൻ ഉൾപ്പെടെ അല്ലെങ്കിൽ പലരും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ സിനിമ അഭിനയിച്ച സിനിമ സക്സസ്ഫുൾ ആയതിനു ശേഷം എനിക്ക് അങ്ങനെ ഒരു ഓടിയപ്പോഴും പൊട്ടിയപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ സംവിധാനം ചെയ്ത സിനിമ അല്ലെങ്കിൽ അത് ലവ് ആക്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അതിലൊന്നുമില്ല ഇഷ്ടപ്പെടാൻ വർക്കാവാത്ത മനുഷ്യന് വർക്കായിട്ടില്ല. അപ്പോൾ പലപ്പോഴും പലർക്കും വർക്കാവാത്ത ആൾക്കാർ പറഞ്ഞാലും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം അടുത്ത പടം എനിക്ക് സ്വാഭാവികമായിട്ട് നന്നാക്കണം എന്നുള്ള ചിന്ത അതിനെ വളരെ പോസിറ്റീവാണ്. അത് നന്നായി എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത്, കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പടം കൊണ്ടുള്ള പർപ്പസ് എന്താണുള്ളത്. ഒരു പടത്തിന് പേർപ്പസ് ഉണ്ടാവണം. ആ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത്ര മാത്രം. ഇപ്പൊ മനുഷ്യനോട് വർക്കായില്ല, അതിൽ വർക്കാവാൻ മാത്രം ഒന്നുമില്ല, സത്യാവസ്ഥ. കാരണം അതൊരു നോൺ സെൻസിക്കൽ നോ ലോജിക് പടമാണ്. അപ്പം എന്താണ് ഞാൻ ആ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് അത് ആ സിനിമയിലുണ്ട്. ഓക്കെ, ഫെസ്റ്റിവലിന് ആൾക്കാർക്ക് ഒരു ജാതിയുള്ള ചിന്തയും പരിപാടി ഇല്ലാതെ ഒരു ടേക്ക് ഹോമും ഇല്ലാത്തൊരു സിനിമ, അതായിരുന്നു ലവ് ആക്ഷൻ. സോ ആ പർപ്പസിനെ മീറ്റ് ചെയ്തെന്ന് മനസ്സിലാവുന്ന ആൾക്കാർക്ക് ചിലർ ഇൻഡസ്ട്രി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും അധികം ഹൈ തരുന്ന മൊമെന്റ് ലൈഫിൽ. അതായത് പ്രൈമർലി നമ്മള് ക്രിയേറ്റർ ആണ്, ഫിലിം മേക്കർ ആണ്, കാരണം അതിനപ്പുറം ഹൈ ഒന്നിനും വേറെ ഒന്നുമില്ലെന്നാണ്. ബിക്കോസ് ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയതുകൊണ്ട് അതാണ് ആഗ്രഹിച്ചതും പഠിച്ചതും ഒക്കെ. ആസ് എൻ ആക്ടർ ആ ഒരു താല്പര്യവും ആ ഒരു ഹൈയും കിട്ടാത്തടത്തോളം, ആ ഹൈ കിട്ടുന്ന ഒരു പോയിന്റിൽ മേ ബി ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ മനുഷ്യട്ടാ. ബിക്കോസ് കാരണം നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെന്നോട് ഏട്ടൻ തന്നെ പറഞ്ഞു നീ, കാരണം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല അത് സത്യമാണ്. ഞാൻ കഴിഞ്ഞ തവണ വിനീതിന്റെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം ഞാൻ വിനീതിനോടും കുറച്ച് സമയം പറഞ്ഞത്, നോക്കൂ വിനീതിന്റെ 4 ഇരട്ടിയെങ്കിലും ആളുകൾ പുറത്തുനിന്ന് ധ്യാനെ കണ്ടാൽ ഇന്റർവ്യൂ കണ്ട, ഇതെല്ലാം ധ്യാനോടുള്ള ഇഷ്ടമാണല്ലോ. ധ്യാൻ പറയുന്ന ഹ്യൂമറും ചിരിക്കുന്നു. പിന്നെ നമ്മൾ എപ്പോഴും കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം, അത് നമ്മുടെ ഇന്റർവ്യൂലാണ് വേറെ എവിടെയെങ്കിലും കമന്റ് ബോക്സിൽ ധ്യാനിന്റെ സിനിമയ്ക്ക് കൂടിയാണ് ആളുകൾ പറയുന്നത്. ധ്യാൻ ഇതുപോലെ ഞങ്ങളെ എന്റർടൈൻ ചെയ്യണം സ്ക്രീനിൽ നിന്നാണ്. ധ്യാനിന് ഇഷ്ടം. കാരണം ഇപ്പൊ ഒരു 5 കോടിയിൽ പേരെങ്കിലും കഴിഞ്ഞ ഇത്രയും കാലത്ത് കണ്ടിട്ടുണ്ടാവുന്ന പറയുമ്പോൾ മലയാളത്തിൽ വേറൊരു ആക്ടർക്ക് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടായിട്ടില്ല ഒരു ഇന്റർവ്യൂ ത്രൂ എന്ന് പറയുന്നത്. അത് ഇപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ഞാൻ സൂപ്പർ സ്റ്റാറിനും എളുപ്പമാണ്. ഞാൻ അതിനുശേഷം നമ്മുടെ കൂട്ടുകാരും അല്ലെങ്കിൽ ഏട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ എന്നോട് കുറെ 1-2 പരിപാടികൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴൊന്നും ഇപ്പോഴും ഞാൻ അതിനെ അഭിനയിക്കില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും നാളെ നല്ലൊരു പരിപാടി വരുമ്പോൾ ഞാൻ അഭിനയിക്കും. പക്ഷെ അതെനിക്ക് ഹൈ ഇല്ല, എനിക്ക് അതിൽ നിന്നൊരു ഹരമോ അല്ലെങ്കിൽ അതൊരു അതല്ല എൻ്റെ ഡ്രൈവ്. നമ്മുടെ പേഴ്സണൽ ഹൈ ഫാക്ടർ എന്തായാലും നമ്മുടെ സിനിമ ഡയറക്ടഡ് ബൈ അല്ലെങ്കിൽ റിട്ടൺ ഡയറക്ടഡ് ബൈ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നിടത്ത് കിട്ടുന്ന കയ്യടിയാണ് അല്ലേ? ഈ പിന്നെ ഇനി ലാസ്റ്റ് ചോദിക്കാനുള്ളത്, ഇപ്പോ പിന്നെ ഇനി ഇപ്പൊ ഒരുപാട് സിനിമ വരുന്നു, അനൗൺസ് ചെയ്ത സിനിമയൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമ, തൊട്ടടുത്ത് വരുന്ന സിനിമ നേരത്തെ പോലെ സക്സസ് ആവാം, ഫ്ലോപ്പ് ആവാം. ധ്യാൻ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഇമോഷണൽ ഇത് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഒരു സിനിമയുടെ സക്സസും ഫെയിലിയേഴ്സും ആക്ടേഴ്സിലേക്ക് തന്നെ വരുമല്ലോ ഷോൾഡർ ചെയ്തേ. ഇപ്പം അതിലൊരുപാട് ആളുകൾ എൻഗേജ്ഡ് ആണല്ലോ. ഞാൻ ഒരു സിനിമയുടെ സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് ചേർന്ന് നിൽക്കുന്നവർ പോലെ തന്നെയാണ് നിങ്ങളൊരു ടീമൊക്കെ ആയിട്ട് 10-30 ദിവസം കഴിഞ്ഞിട്ട് ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മേലിൽ ബ്ലെയിമും സംഗതിയൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അഭിനയിച്ച സിനിമയുടെ കാര്യത്തിൽ ഇതിന്റെ ഫെയിലിയേഴ്സ് വരുന്ന സമയത്ത് ഈ സൗഹൃദ നഷ്ടമൊക്കെ ആയിട്ട് പോകുമല്ലോ. അത് ഏതെങ്കിലും തരത്തിലൊരു ഇമോഷണൽ ഫാക്ടർ ആവാറുണ്ടോ ധ്യാൻ? ഒരിക്കലും മനുഷ്യരുടെ, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എല്ലാവരും റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ് ഇത് സക്സസ് ആവൂ ഫെയിലിയർ ആവൂ എന്നുള്ളത്. കാരണം അങ്ങനെ മനസ്സിലാക്കാത്ത ആൾക്കാർ പൊതുവേ കുറവാണ്. കാരണം ക്രിയേറ്റേഴ്സ് അവർ കാരണം അല്ലെങ്കിൽ അത്ര കാരിഡായി ആയി പോകണം. എൻ്റെ സിനിമ എന്തുകൊണ്ട് സൂപ്പർ ഹിറ്റ് ആയില്ല, ഓടേണ്ട സിനിമയായിരുന്നല്ലോ. കാരണം മിക്ക ആൾക്കാർക്കും അതിൻ്റെ പാളിച്ചകൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കഴിയുമ്പോഴേക്ക് അവർക്കൊരു ധാരണ ഉണ്ടാവും, എന്താണെങ്കിലും ഉണ്ടാവും. കാരണം നമുക്കൊക്കെ ഒരു ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ. അപ്പം എനിക്കൊരിക്കലും
എൻ്റെ ഇപ്പം ഇറങ്ങാനിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ, ഇപ്പോൾ ഈ വർഷം ഇറങ്ങാനിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ ഏതൊക്കെ ഓടും ഓടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. അപ്പോൾ അതിന് ഈ 3 വർഷത്തിന് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റും പാളിയിട്ടില്ല, കാരണം ഒന്നും ഓടിയിട്ടില്ല. അപ്പോൾ ഉടൽ ഞാൻ എനിക്കറിയാം ഉടലിനൊരു മെറിറ്റ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ രതീഷിനോട് ഞാൻ പറഞ്ഞു, ബ്ലഡ് ഷെഡ് കൂടിക്കഴിഞ്ഞാൽ രതീഷേട്ടാ A സർട്ടിഫിക്കറ്റ് കിട്ടും. A സർട്ടിഫിക്കറ്റ് കിട്ടി, പുള്ളി അത് ഓക്കെ ആയിരുന്നു. നദികളിൽ സുന്ദരി യമുന അത്യാവശ്യം കളക്ട് ചെയ്ത സിനിമയാണ്. നദികളിൽ സിനിമ എനിക്ക് ആവറേജ് സിനിമയായിട്ട് എനിക്കറിയാതെ ആവറേജ് സിനിമയാണ്, പക്ഷെ ഞാൻ അതിനെ നന്നായി പുഷ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആവറേജ് സിനിമ നമുക്ക് അബോവ് ആവറേജ് ആക്കി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ, കാരണം ചിരിക്കാനുണ്ട് കുറച്ച്, അത് മാത്രമേ ഞാൻ അതിൽ അവകാശപ്പെട്ടിട്ടുള്ളൂ. കുറച്ച് ചിരിക്കാനുണ്ട്, അല്ലാണ്ട് കംപ്ലീറ്റ് സിനിമയോ ഒരു ഐഡിയൽ, കാരണം ഞാൻ ചെയ്ത അത്രയും സിനിമകളിൽ നിന്ന് ഭേദപ്പെട്ട സിനിമയാണെന്ന് മാത്രമുള്ള അവകാശവാദം മാത്രമേ ഉള്ളൂ. ഭേദപ്പെട്ട സിനിമ അല്ലാതെ അതൊരു, കാരണം അതിന് ഫസ്റ്റ് ഹാഫിൽ അതിൻ്റെ എല്ലാ ഫ്ലോസും എനിക്കറിയാം, അതിൻ്റെ മിസ്റ്റേക്സും അതിൻ്റെ ക്ലൈമാക്സ് ആയിക്കോട്ടെ എല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ തമ്മിൽ ഭേദപ്പെട്ട സിനിമയെ നമ്മൾ പറ്റാവുന്ന രീതിയിൽ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് പുഷ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ തള്ളി മറിച്ചിട്ടുണ്ട്, ഞാൻ വിഷു തൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇൻ്റർവ്യൂവിലടക്കം ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ജെന്യുവൻ ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ, കാരണം അതാണ് ഞാൻ സിനിമയെ, കാരണം ആവറേജിനും എബോവ് ആവറേജ് സിനിമയെന്ന് അറിയാവുന്നുണ്ട്. അപ്പോൾ കാരണം വർഷങ്ങൾക്ക് ശേഷം ഹിറ്റാവുമെന്ന് എനിക്കറിയാം, പക്ഷേ എക്സലൻ്റ് അല്ലാന്ന് എനിക്കറിയാം, അതും എനിക്കറിയാം. അപ്പോൾ എബോവ് ആവറേജ് ആണെങ്കിൽ നമ്മളൊന്ന് ഇനീഷ്യൽ വേണമല്ലോ മനുഷ്യൻ, അപ്പം ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക. കാരണം ആവേശം ഒരു പരിധി വരെ ആ ഹൈപ്പ് കൊണ്ടുപോയി. ഏട്ടൻ്റെ പടങ്ങൾക്ക് സാധാരണ കിട്ടുന്ന ഒരു പാട്ടുകൾക്ക് കിട്ടുന്ന ഒരു വെൽക്കമിങ് പാട്ടിൽ കിട്ടിയില്ല. അതും നമുക്കറിയാം കിട്ടില്ല എന്നുള്ള കാര്യം. ഇതൊക്കെ ആൾക്കാർ നമുക്കറിയില്ല എന്നുള്ള സ്വാഭാവികമായിട്ടും ഏട്ടൻ അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ ഏട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഏട്ടൻ അങ്ങനെയുള്ള പാട്ടുകൾ മാക്സിമം ഒഴിവാക്കിയതാണ്. പാട്ടുകൾക്ക് അത്രയധികം എനിക്ക് തോന്നുന്നു പുള്ളി എന്തോ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് അറിയില്ല എന്തുകൊണ്ട്. പിന്നെ ഏട്ടൻ്റെ സിനിമയായിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു അഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടുമില്ല, കംപ്ലീറ്റ്ലി ഇടപെടലും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എബോവ് ആവറേജ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നിരുന്നത്. ഓക്കെ, ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ എബോവ് ആവറേജ്, അപ്പം പുഷ് ചെയ്യുക, മാക്സിമം പുഷ് ചെയ്ത് നോക്കുക. പക്ഷേ തിയേറ്ററിൽ അത് ഓഡിയൻസ് എല്ലാം പലർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ, എന്നിട്ടും മിക്സഡ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. എനിക്കത് പേഴ്സണൽ നോട്ട് എനിക്കത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എവിടെ പോയി എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ മാക്സിമം, കാരണം ഹൈപ്പ് ആവേശം ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഓളത്തിന്റെ പുറകിലേ പോകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഇനീഷ്യൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുമാണ് കട്ടക്ക് നിൽക്കാൻ. കാരണം ഞാൻ മാത്രമേ, കാരണം പ്രണവ് പ്രൊമോഷൻ വരില്ല, ഒബ്വിയസ്ലി വരില്ല, നിവിൻ വരില്ല, അമ്മ വന്നില്ല, കല്യാണി വന്നില്ല. ഏട്ടനും വിശാഖം കൊണ്ട് എത്ര മുക്കിയാലും ഒരു പരിപാടി ഇവിടെ നടക്കാൻ പോണില്ല. അപ്പൊ എനിക്കറിയാം, നമ്മൾ വന്നു കഴിഞ്ഞാൽ, അപ്പൊ ബേസിലിനെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ബേസിലിനെ കൊണ്ടുവരണം വിശാഖനോട്, ഒന്നിനുമല്ല. എന്നാലേ എന്തെങ്കിലും പറയാൻ എനിക്ക് തിരിച്ച് പറയാൻ എനിക്കൊരാള് വേണം. മനുഷ്യനെ ഇപ്പൊ വരിക, ഞാൻ എന്തെങ്കിലും അവനൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യില്ല. ബേസിക്കലി ഞാൻ എന്തെങ്കിലും പറയണം, അവനെ തിരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഇട്ട് കൊടുക്കുന്നത്. മനുഷ്യന്റെ ഇന്റർവ്യൂ നമ്മളത് ഞാൻ അവനെ പ്രൊവോക്ക് ചെയ്യും, കുത്തും, കൗണ്ടർ കിട്ടാൻ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് അന്ന് ബേസിൽ വയ്യായിരുന്നു, കണ്ണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഞാൻ അവനെ കുത്തിയപ്പോൾ അവൻ പല സാധനങ്ങളും അടിച്ചു ഒരു ഇന്റർവ്യൂല്. പക്ഷെ അല്ലെങ്കിൽ അവൻ എന്നെ ഒരു കാരണവശാലും എന്നെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റൂല. ഞാൻ അവനെ ഇട്ട് കൊടുത്ത് പക്ഷെ ഒന്ന് രണ്ട് ഇന്റർവ്യൂവിൽ അവൻ അടിച്ച 1-2 സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനങ്ങളുണ്ട്. പ്രതീക്ഷിക്കാതെ വന്ന, കാരണം ഞാൻ ഇട്ട് കൊടുക്കാതെ തന്നെ അവൻ എന്നെ കൗണ്ടർ ചെയ്ത് തന്നെ തറ പറ്റിച്ച സാധനങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാതെ ഒരു മത്സരമാണെങ്കിൽ ഒരിക്കലും അവനെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല. പക്ഷെ അല്ലെങ്കിൽ, കാരണം അത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണല്ലോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ ഇൻഡയറക്ട്ലി ഹെൽപ്പിംഗ് ദ ഫിലിം, ബിക്കോസ് അത്തരം പ്രൊമോഷനുകളാണ്. ബിക്കോസ് ഫഹദിക്ക വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ റിലീസിന് ഒരാഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യണം.
എന്നോട് പറഞ്ഞു എടാ ഈ പ്രൊമോഷൻ എന്നോട് ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ ഒന്നും വിശ്വാസമില്ല എന്ന് പുള്ളി ഒരു സാധനം മാത്രം. അപ്പൊ താഴെ കമന്റ്സ് ഒക്കെ വന്നു പിന്നെ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് ജെനുവൻലി പ്രൊമോഷനിൽ വിശ്വാസമില്ല, പുള്ളിക്ക് താല്പര്യമില്ല. അപ്പൊ എന്നോട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്കൊരു ക്രോസ് ഓവർ പോലെ ഒരു പരിപാടി, നീയും ഞാനും ഉണ്ണിയും ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂ, ഇതിനേക്കാളും വലിയ പ്രൊമോഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തതാണ്. ഇത് ഫഹദ്ക്ക പ്ലാൻ ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പുള്ളി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട്, കാരണം അതിനേക്കാളും വലിയൊരു പ്രൊമോഷൻ ഇല്ല. കാരണം ഈ 100-100ഓളം ഇന്റർവ്യൂ കൊടുക്കുന്നതിനേക്കാൾ ഏട്ടനും വിദേശം കൂടെ 52 ഇന്റർവ്യൂ കൊടുത്തു. ഇവരാണെങ്കിൽ ഒന്നും പോയി പറയുകയില്ല, വിട്ട് പറയുകയില്ല, വെറുതെ പോയിട്ട് അവിടെ ഇരിക്കാന്നല്ലാതെ. ഞാനപ്പോ ഫഹദ്ക്കനോട് പറഞ്ഞ ഫഹദ്ക്ക പിടിക്കാം, നിങ്ങൾ പറഞ്ഞാൽ പിടിക്കാം. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഫഹദ്ക്ക വിളിച്ചിട്ട് എടാ ഈ ദിവസം ഫിക്സ് ചെയ്തു, ഏപ്രിൽ ഫസ്റ്റ് വീക്കിനെ ഫിക്സ് ചെയ്തു. എല്ലാം കഴിഞ്ഞ പുള്ളിക്ക് അപ്പോഴേക്ക് ഷൂട്ടിന്റെ കാര്യം വന്ന് പുള്ളി പോയി. അല്ലെങ്കിൽ അങ്ങനെ മലയാള സിനിമയിൽ ആദ്യത്തെ ക്രോസ് ഓവർ ഇന്റർവ്യൂ ആയി മാറിയതിനെ അത് ഫഹദ്ക്ക എടുത്ത ഇനീഷ്യേറ്റീവ് ആയിരുന്നു. ഈ അതായത് ഇപ്പം ധ്യാൻ പറയുന്ന സമയത്തെ ധ്യാൻ അങ്ങനെ സെൽഫ് സെൻസർ തയ്യാറാവുന്നില്ല. ഇപ്പം ഞാൻ എത്രയോ പേരെ ഞാൻ പറയില്ല, ഞാൻ ടെലിവിഷൻ മുതൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓഫ് ദ റെക്കോർഡിൽ കൂടുതൽ സംസാരിക്കാനും ഒരു ക്യാമറയ്ക്ക് മുന്നിലാകുമ്പം അവിടെ ഒരു സെൻസർ ചെയ്തിട്ട് അല്ലെ വേറൊരാളെ മെൻഷൻ ചെയ്യേണ്ട, മറ്റൊരാളെ കോൾ ഔട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നല്ലൊരു നിലയ്ക്ക് ഡിപ്ലോമസി കീപ്പ് ചെയ്യാനാണ് ഒരു 80% കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുക. എന്നുവെച്ചാൽ അത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് വെച്ചാൽ. പക്ഷെ ഞാൻ ധ്യാൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ എന്റർടൈനിങ് ആണെന്ന് മാത്രമല്ല, ധ്യാൻ തുറന്ന് പറയാണ്. അതിപ്പം ശ്രീനിയേട്ടൻ തൊട്ടടുത്തിരിക്കുമ്പോഴും ധ്യാൻ പറയാനുള്ളത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ രസമുള്ള സാധനം കണ്ടത് മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ പോയിട്ട് ധ്യാൻ എന്താണോ അന്ന് ശ്രീനിയേട്ടനോട് പറഞ്ഞാൽ അത് ഉള്ളതുപോലെ പറയാണ്. അപ്പോഴും അവിടെ ശ്രീനിയേട്ടനോട് നമുക്ക് റെസ്പെക്ട് തോന്നുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഉള്ളതുപോലെ പറയാണല്ലോ. ഞാൻ ഇപ്പം നേരത്തെ കാണുന്ന സമയത്ത് ധ്യാന് തിരയുടെ സമയത്തുള്ള ഇന്റർവ്യൂവിൽ ധ്യാൻ പറയുന്നത് പിന്നെ ചേട്ടൻ്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി, പ്രൊഡ്യൂസ് ചെയ്തു, പിന്നീട് ഒരിക്കൽ ചേട്ടൻ കണ്ടു എന്നാ. അവിടെ ഒരു ജമ്പ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ തന്നെയാണ് അഭിനയിച്ചതെന്നോ ചേട്ടൻ്റെ പൈസ നഷ്ടപ്പെടുത്തിയെന്നുള്ള ആ സ്റ്റോറികളെല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി എന്താ പറയാ ഒരു സിനിമയ്ക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഡിപ്ലോമസി എല്ലാം വിട്ടുപിടിക്കുന്ന ധ്യാൻ എന്തും പറയും എന്നുള്ളതും, പിന്നെ അതിനൊരു ലൈസൻസ്, അതായത് ഒരു ഓഫ് സ്ക്രീൻ ലൈസൻസ് പോലെ ധ്യാൻ അത് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആരും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് മാറിയിട്ടുണ്ട്. ധ്യാൻ ഇത് എവിടെയെങ്കിലും ഇത് ഒന്ന് റിസർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സെൻസർ ചെയ്യാം, ഇത്രയൊന്നും പറയണ്ട എന്നൊക്കെ എന്തായാലും ആളുകൾ അത് ഉപദേശിക്കുന്നുണ്ടാവില്ല, ഇത്രയൊന്നും വിട്ട് പറയണ്ട. ഇപ്പൊ വിമലേച്ചിയുടെ സ്റ്റോറി തന്നെയാണ് കുറെ കഴിയുമ്പോൾ വിമലേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നെ വിട്ട് പിടിച്ചേക്കുന്നത്. ഞാൻ ആ ന്യൂ ഇയർ കഥയൊക്കെ കുറച്ച് ഇമോഷണൽ ആയിട്ട് തന്നെ സംസാരിച്ച ഒരു സാധനമായിരിക്കുമല്ലോ. അപ്പൊ അത് എവിടെയെങ്കിലും അത് ഒരു ഭാരമായോ ബാധ്യതയായോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ടോട്ടൽ കാണുന്നത്? അല്ല മനുഷ്യൻ, ഞാനിപ്പോ എന്ന് വെച്ചാൽ അന്നിപ്പോ മനുഷ്യനായിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആക്ച്വലി എനിക്ക് മനുഷ്യനെ പരിചയമുണ്ട്. പക്ഷെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ഞാൻ കോൺഷ്യസ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് എന്ത് പറയണം എന്ത് പറയണമെന്ന് അന്ന് തുടക്കകാലത്ത് എനിക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫിൽട്രേഷൻ നടന്നിട്ട് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി, വിടുവായത്തിലൊന്നും പറയണ്ട. അപ്പൊ എന്റെ ചിന്ത ഏട്ടൻ അച്ഛൻ എന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചിന്തയൊക്കെ പോയി, ഏട്ടൻ അച്ഛൻ ഈ ചിന്തയൊക്കെ കട്ട് ഓഫ് ആയി. പിന്നെ ഓഫ് സ്ക്രീൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളത് പോലെ തന്നെ അന്നും അതേപോലെ തന്നെ സ്വഭാവം സംസാരമൊക്കെ തന്നെ ഇതായിരുന്നു. ഇന്റർവ്യൂവിൽ വരുമ്പോഴും പുറമെ വരുമ്പോൾ മാത്രം കേരളത്തിൽ, കാരണം ഞാൻ 2013-14 കേരളത്തിലേക്ക് കംപ്ലീറ്റ്ലി പറിച്ചു നട്ട് ചെന്നൈയിൽ നിന്ന് മാറി വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെയും ഏട്ടൻ്റെയും വില കളയാൻ പാടില്ല. ഇങ്ങനത്തെ കുറേ ഉള്ളിൽ കുറച്ച് ആവശ്യമില്ലാത്ത, കാരണം എൻ്റെ പാസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമാണ്, അറിയാലോ. അപ്പോൾ ഭയങ്കര സ്പോയിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ ലൈഫ് കമ്മിങ് ഒരു സർക്കിൾ. ഇപ്പോൾ ഇന്നലത്തെ ഇന്റർവ്യൂ അച്ഛനായിട്ട് ഇരിക്കുമ്പോഴൊക്കെ എന്നെ അബാൻഡൻ ചെയ്തൊരു മകനാണ് ഞാൻ. ഓക്കെ, എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല, അച്ഛൻ ഞാൻ വരരുതെന്ന് പറഞ്ഞാണ്. മാമൻ്റെ നമ്മളെ 916 അസിസ്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമ അടക്കം മുടക്കും, അല്ലെങ്കിൽ അവനെ അസിസ്റ്റ് ചെയ്താൽ ഞാൻ ഒരു രീതിയിലും സഹകരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ ആളാണ്. എന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിൽ എന്റെ വീട്ടിൽ കൂടുതലും ആ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ പല രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള നിന്ന് ഇന്ന് അച്ഛന്റെ മറ്റേ ഞാൻ വീട്ടിൽ മറ്റേ എന്താ പറയണ്ടേ, അവിടെ ഫേവറേറ്റ് കിഡാണ്. അന്നും ഫേവറേറ്റ് കിഡ് ആയതുകൊണ്ടാണ് പുറത്തായത്. അപ്പം ഇത് ലൈഫ് ഒരു തിരിച്ചൊരു സർക്കിളിൽ വിസിബിൾ അഫെക്ഷൻ ഉള്ള അതെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അന്നന്ന് കാര്യങ്ങൾ ചെയ്യാതെ പോയതുണ്ടല്ല, പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. അതായിരുന്നു പുള്ളിയുടെ ആകെയുള്ള ഒരു കൺസേൺ. ഞാൻ സ്കൂളിലെ നല്ല ടോപ്പറായിട്ട് ഒരു സമയം വരെ. അതെ,
അപ്പോൾ 10ാം ക്ലാസ് വരെ നന്നായി പോയിരുന്നു. അപ്പോൾ ഞാൻ പല മനോരമയുടെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ 2013 വന്നതിന് ശേഷം ഇനിയൊരു ചീത്തപ്പേരോ ഇനിയൊരു സാധനമോ ഞാൻ കാരണം ഒരു 2.0 വേർഷൻ പോലെയാണ് ഞാൻ ലാൻഡ് ചെയ്തത്. അപ്പം നാട്ടിലേക്ക് അന്ന് അടിയും കൊട്ടിയിട്ട് അന്ന് ഒരു അച്ഛനും തല്ലുകയൊക്കെ ചെയ്ത് പല്ലം പിടിയൊക്കെ കഴിഞ്ഞിട്ടാണ് 2013 ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഞാൻ 2013-14 വരുന്നത്. അപ്പം ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാനോ എൻ്റെ വായിന്നൊരു ലൂസ് ടോക്കോ അല്ലെങ്കിൽ ഒരു സാധനമോ വരാൻ പാടില്ല എന്നുള്ളൊരു ഞാൻ എന്താണോ എന്നുള്ളതിനെ എല്ലാ രീതിയിലും ഫിൽട്ടർ ചെയ്യണം, എല്ലാ രീതിയിലും പുതിയൊരു മനുഷ്യനായിരിക്കണം എന്നുള്ള തീരുമാനം എടുത്ത് ഞാൻ മാറിയ സമയത്താണ് നമ്മളൊക്കെ കാണുന്ന ആ സമയം. എന്നുവെച്ചാൽ ഓഫ് സ്ക്രീൻ അല്ല, അറ്റ്ലീസ്റ്റ് പബ്ലിക് സ്പേസുകളിൽ അല്ലെങ്കിൽ അച്ഛനൊരു നമ്മൾ ലൂസ് ടോക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ മര്യാദക്കാരനായിട്ട് പ്രസന്റ് ചെയ്യണം. മര്യാദ ഇല്ല ജീവിതത്തിൽ, പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ആൾക്കാരുടെ ഇടയിൽ അച്ഛനെ കാണാൻ എല്ലാ സ്ഥലത്ത് ഒരു ചിത്തപ്പേരുണ്ടാക്കരുത്. 14 വിനയുള്ള ആളായിരുന്നു. പതിയെ 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 അതൊക്കെ അങ്ങോട്ട് നമ്മുടെ ഉള്ളിലുള്ള സാധനം. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റോ കണ്ടന്റുകളോ ഒന്നും പറയണില്ല, അല്ലെങ്കിൽ അത്തരം അതൊന്നുമില്ല. നമുക്ക് എല്ലാവരുമായിട്ടും എല്ലാ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മളൊരു എനർജി സ്പ്രെഡ് ചെയ്യുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അല്ലാണ്ട് നമ്മൾ ആരെയും കുറ്റം പറയും. ബിക്കോസ് എനിക്കാരെയും കുറ്റം പുറത്തൊന്ന് പറഞ്ഞപ്പോൾ അയാളെ പറ്റി കുറ്റം പറയുന്നത് അങ്ങനത്തെ ശീലങ്ങളൊന്നും തന്നെ ഇല്ല. എന്താണോ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടെന്ന് തുറന്നു പറയുന്ന ആളാണ്. അത് അച്ഛൻ്റെ നിന്ന് കിട്ടിയത് തന്നെയായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അച്ഛൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മുഖം നോക്കാതെ പറയുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്നാ പോലും വേദനിപ്പിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ദുബായിൽ പോയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും ഞാൻ അയാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എനിക്ക് പറയേണ്ടത് അത് തുറന്ന രീതിയിൽ തുറന്നങ്ങ് പറയും. പക്ഷെ എവിടെയെങ്കിലും ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാറുണ്ട്. എൻ്റെ ആങ്കർ ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ. അവിടെ ഞാൻ കുറച്ച് പിടിവിട്ടു എന്നുള്ള രീതിയിൽ ആളുകൾ റീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഇന്റർവ്യൂ കാണുന്ന ലൈറ്റർ വേർഷൻ അല്ല, ബേസിലും അത് പറയുന്ന രീതിയിലേ മറ്റൊരു മുഖമുണ്ട്. ഞാൻ ഭയങ്കര ആംഗ്രി യങ് മാൻ ആയിരുന്ന ഒരു കാലമുണ്ട്. അത് ബേസിലിനൊക്കെ അറിയാം. തിരയുടെ സമയത്തും കുഞ്ഞിരാമായണ സമയത്തൊക്കെ ഞാൻ സെറ്റിലൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റിൽ അടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ബേസിലിന്റെ അസിസ്റ്റൻസിനൊക്കെ പിടിച്ച് ഞാൻ തല്ലിയിട്ടുണ്ട്. അങ്ങനത്തെ വൃത്തികേടുകൾ തോന്നിയ മാസങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. എന്നുവെച്ചാൽ ഈ കൈവിട്ട് പോകുന്നതാണ് ഈ പറഞ്ഞ പോലത്തെ മറ്റേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള സാധനമാണ്. അങ്ങനെ അവിടെ ആക്ടേഴ്സിനെ പിടിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പൊക്ക് തരം കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെയുള്ളൊരു കൺട്രോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ആലോചിക്കും, അച്ഛൻ അയ്യോ ചീത്തപ്പേര് അയ്യോ. അപ്പം ഞാൻ പോയിട്ട് മാപ്പ് പറയും, സോൾവ് ചെയ്യും. ഏട്ടൻ പറയും തിരിച്ച് പിന്നെയും പുറകിലോട്ട് പോകരുത്, കാരണം ഇപ്പം നീ 2.0 ആണ്, ഇനിയും പുറകിലോട്ട്. കാരണം എന്നെ നന്നാക്കി കൊണ്ടുവന്നാണ് സിനിമയിൽ. ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും. അവിടെ നിന്ന് ഞാനൊരു ചെന്നൈയിലൊരു ഇതുപോലെ സോമീസ് ലോഡ്ജിനേക്കാളും മോശമായിട്ടുള്ളൊരു ലോഡ്ജിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്നൊരു എൻ്റെ കൂടെ ഒരു ശരവണ ഭവനിലെ ഒരു വെയിറ്റർ ആയിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അവൻ രാത്രി, അപ്പം ഞാൻ ആ പട്ടിണിയും ആ കാലമൊക്കെ ഞാൻ 2000-ൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ ഡ്രൈവറാണ്. അവൻ തന്ന ഒരു 180 രൂപ 140 രൂപയും കൊണ്ടാണ് ഞാൻ ബസ് കയറിയിട്ട് ഇവിടുന്ന് കാശില്ലാതെയാണ്. കാരണം ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ വളരെ അഭിമാനിയായതുകൊണ്ടും അച്ഛൻ്റെ പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫോണും വിളിച്ച് അച്ഛനെയും ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോവാണ്. അപ്പം ഡ്രൈവർ അവൻ തന്ന കാശും കൊണ്ടാണ് ഞാൻ ചെന്നൈക്ക് പോകുന്നത്. അതും പല ഒറ്റയടിക്ക് പോകാൻ പൈസ ഇല്ല. കാരണം ഒറ്റയടിക്ക് പോകണമെങ്കിൽ സിറ്റീസിന്റെ ബസ് നല്ല പൈസയുണ്ട്. സേലം വരെ സ്റ്റേറ്റ് ബസ് പിടിച്ചിട്ടാണ് ചെന്നൈ എത്തിയത്. ചെന്നൈ എത്തി കഴിഞ്ഞപ്പോഴും ഇവിടെ എറണാകുളത്ത് സ്വപ്നിൽ. അപ്പോൾ പോകുമ്പോഴും പോയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോ. കാരണം കൂടെയുള്ള കൂട്ടുകാരൊക്കെ അറിയാവുന്ന കാശുള്ള വീട്ടിലെ പയ്യനായിട്ട്. അപ്പം അഭിമാനി ആയതുകൊണ്ട് തന്നെ അവന്മാരുടെ ഇടയിൽ പോയി ചോദിക്കാനോ അവന്മാരുടെ ഇടയിൽ പോയി നിൽക്കാനോ മടിയായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്താണ് എൻ്റെ ലൈഫിലേക്ക്. നേരത്തെ പറഞ്ഞ പോലെ ദ്വാരകേഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് വരുന്നു. അവനാണ് എനിക്ക് ജോർജിൽ താമസിക്കാൻ ഇത് ചെയ്യുന്നത്. ഒരു കോൾ സെന്ററിൽ ജോലി വാങ്ങിച്ചത്, സദർലാൻഡ് എന്ന് പറഞ്ഞ കോൾ സെന്ററിൽ ജോലി വാങ്ങിച്ചിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഏട്ടൻ പിന്നെ ജോലി സമയത്തൊന്നും ഈ ഐഡന്റിറ്റി റിവീൽ അല്ലല്ലോ. ചെന്നൈയിൽ ആർക്കും അറിയില്ല. ആ മാൻഷൻ എന്ന് പറയുന്നത് മാസം 500 രൂപ വാടകയായിരുന്നു മാസം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്നും കഷ്ടപ്പാടാണെങ്കിൽ നമ്മൾ ആ കഷ്ടപ്പാട് ജീവിച്ചു പോകുന്ന കാര്യമില്ല, കുഴപ്പമില്ല. ഇത് തലേദിവസം വരെ മണിമാളികയിൽ ജീവിച്ചിട്ട് തലേദിവസം വരെ രാജാവായിട്ട് നിൽക്കുവായിരുന്നു. അന്ന് വീടും രണ്ടും ഇല്ലേ? ഇവിടുത്തെ വീട് ഇല്ലല്ല, അന്ന് വീട് വെച്ചിട്ടില്ല. അല്ല, ഞാൻ ചെന്നൈയിലായിരുന്നു. കോളേജിൽ നിന്ന് അച്ഛനെ വിളിച്ച് വരുത്തിച്ചിട്ട് ഇവനെ പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന രാത്രിയാണ് എന്നെ പുറത്താക്കുന്നത്. എല്ലാം ഒരു രാത്രി സംഭവിച്ചതാണ്. അപ്പം
അപ്പം ഇറങ്ങിപ്പോവെന്ന് പറയുന്നത് അതിനുശേഷം അച്ഛന് സ്ട്രോക്ക് വന്നതും ഫസ്റ്റ്, അപ്പം ആരോഗ്യപരമായിട്ടും എല്ലാം അച്ഛന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമാണ് ഞാൻ. കാരണം അങ്ങനെ കൈവിട്ടു പോയ മകനാണ് ആ രീതിയിൽ. അപ്പം അത് പുള്ളിക്ക് ഭയങ്കര ഡ്രോമ ഉണ്ടാക്കി. കാരണം പുള്ളി അത്രയും എനിക്ക് വേണ്ടി ചെയ്തു. കാരണം പിറ്റേ ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് ഫോണിൽ എന്നെ വിളിച്ച് പറയും തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ല. ഞാൻ അതിന് പകരം പുള്ളിനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു ഫോണിൽ. അപ്പം അതൊക്കെ മാറി എന്നുള്ളതാണ്. എല്ലാം മാറിയതിന് ഒറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്. നമ്മൾ സക്സസ്ഫുൾ ആയി, അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഓടി പടങ്ങളോ പൊട്ടി പടങ്ങളോ ഒന്നും അല്ല. ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള തോന്നൽ അച്ഛനമ്മമാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടോളും. അല്ലെങ്കിൽ അതൊരു സിനിമയുണ്ടല്ലോ, രണ്ട് രീതിയിൽ രക്ഷപ്പെടും, ഇവനെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അപ്പം ആ ഒരു തോന്നൽ വന്നപ്പോഴേക്കും ഇവൻ ഇനി ജീവിച്ചു പൊക്കോളും എന്നുള്ളതാണ്. കാരണം ഞാൻ ലോക കള്ളനുമാണ്. അപ്പൊ പുള്ളിക്കറിയാം എവിടെയാണെങ്കിലും രക്ഷപ്പെട്ടോളും. അതുമാത്രമല്ല അവരുടെ സീനിയറിനെ സംബന്ധിച്ചോളം ഒരു ഹോപ്പ്ലെസ് ആവുന്ന മൊമെന്റിലാണ് ആ സമയത്ത് തന്നെ ചീത്ത പറയുന്നത്. എന്തായി തീരും ഇവൻ എന്നുള്ളൊരു ഐഡിയ അറിയാത്ത പോയിന്റിലാണ് എന്നെ ചീത്ത വിളിക്കുന്നത്. കാരണം അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ആക്ച്വലി പുള്ളി അതാണ് ട്രിഗർ ചെയ്തത് പുള്ളിനെ. കാരണം എനിക്ക് സിനിമയോട് യാതൊരു വിധ താല്പര്യമോ പാഷനോ ഇല്ല എന്നുള്ള ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മനുഷ്യൻ പുള്ളിയാണ്. കാരണം ഞാൻ സിനിമയിൽ ആ കാലയളവിലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല, ഒന്നുമില്ല. ഏട്ടൻ സിനിമയിൽ കൊണ്ടുവരുന്നത് വരെ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ 10 വർഷത്തിനിടയിൽ 12 വർഷത്തിനിടയിൽ എനിക്കറിയാവുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ചത്. 12 വർഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ സിനിമയിൽ. അപ്പം 7ാം ക്ലാസ്സിലെ അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഈ 7ാം ക്ലാസ്സിലെ അറിവ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ലവ് ആക്ഷൻ ചെയ്തത്. അങ്ങനെ നോക്കും 5ാം ക്ലാസ്സിലല്ല, 7 വയസ്സിലാണ് ലവ് ആക്ഷൻ ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബേസിൽ നിന്ന് എൻ്റെ അറിവ് എന്ന് പറയുമ്പോൾ 2 വയസ്സിലാണ് ബേസിൽ കുഞ്ഞാ. അവനൊന്നും മറ്റേ എഴഞ്ഞ് നടക്കുമ്പോഴേക്ക് പടം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ അല്ല ലൈഫിൽ സക്സസ്ഫുൾ ആവും. സിനിമ സക്സസിനേക്കാളും സിനിമ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന അച്ഛനറിയാം. പക്ഷെ ഇവൻ അതിൽ സർവൈവ് ചെയ്ത് ആ ഒഴുക്കിൽപ്പെട്ട് എവിടെയെങ്കിലും പോയി പോകുമോ എന്നുള്ള ചിന്തയാണ്. കാരണം പുള്ളി അതിൻ്റെ ഇതൊക്കെ കൈപ്പൊക്കെ അറിഞ്ഞ ആളാണ് സിനിമയുടെ. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ സിനിമയിൽ വരണമെന്ന് പുള്ളി ആഗ്രഹിച്ചിരുന്നില്ല. വന്നു കഴിഞ്ഞാൽ പോലും ഇവന്മാർ രണ്ടാളും സർവൈവ് അല്ല. കാരണം ഏട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ വരുന്നത് ഇവൻ ആത്മഹത്യ ചെയ്ത് കളയുന്നുള്ള. അപ്പൊ ഞാനെപ്പോഴും ഏട്ടൻ എന്തെങ്കിലും ഒരു പടം മുട്ടി ആത്മഹത്യ ചെയ്ത് കളയുന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത് തങ്കത്തിലൊക്കെ ഉള്ള പോലെ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഏട്ടൻ അത് എപ്പോഴും എങ്ങനെയെങ്കിലും ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൂ. അപ്പം അതുപോലെ ഞാൻ എൻ്റെ കേസിൽ അച്ഛൻ വിചാരിച്ചിരുന്നത് ഇവൻ ഒരിക്കലും സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും സർവൈവ് ചെയ്യാം. കാരണം സിനിമയിൽ വരുന്ന ആൾക്കാർ മനുഷ്യരുടെ കുറച്ച് സ്മാർട്ടും ഷ്രൂഡും കുറച്ച് ബുദ്ധി കുറച്ച് കണ്ണിങ് ആയിരിക്കണം നിലനിന്ന് പോകണമെങ്കിൽ. സ്മാർട്ട് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ണിങ്ങിനേക്കാളും സ്മാർട്ട് അല്ലെങ്കിൽ ഇവിടെ നിലനിന്ന് പോകാൻ എളുപ്പമല്ല. കാരണം സിനിമ അൾട്ടിമേറ്റ്ലി നമ്മൾ ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ മാത്രമല്ല. നമ്മൾ വെറുതെ കുറെ സൗഹൃദവും കോക്കസും ബെൽറ്റൊന്നും മാത്രം കാര്യമില്ല. അതിനകത്ത് നമ്മൾ സ്മാർട്ടായിരുന്നില്ലെങ്കിൽ ബെൽറ്റൊക്കെ ആ വഴിക്ക് പോകും. നമ്മൾ സ്മാർട്ടായിട്ട് അവിടെ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധങ്ങളും പരിപാടികളും അതൊക്കെ കൃത്യമായിട്ട് നമ്മളതിനെ അവിടെ ഒരു എന്താ പറയണ്ട വെറുക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞാൽ ആ ബെൽറ്റിൽ നിന്ന് പുറത്തായ ആൾക്കാരുണ്ട് ബെൽറ്റിൽ നിന്നൊക്കെ. അപ്പൊ ആ രീതിയിൽ അച്ഛൻ അതായിരുന്നു ടെൻഷൻ എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കലും ഇവര് സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമല്ല, സിനിമയിൽ വന്നിട്ട് പോലും നിലനിൽക്കൂ എന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം വരെ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോ ഏട്ടൻ്റെ ലൈഫിലോ അച്ഛൻ ഒരു രീതിയിലുള്ള സപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മറ്റേ നെഞ്ച് ഇരിച്ച് അല്ലാന്നല്ല അതിന്റെ പ്രിവിലേജുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന്റെ കാര്യമില്ല. ശ്രീനിവാസന്റെ മകനായതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും ഇതേ വരാം. പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രൂവ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇപ്പം ഞാൻ 12 വർഷം സർവൈവ് ചെയ്തു. ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ആഴ്ച സിനിമ വരുമ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രൂവ് ചെയ്ത നല്ല ആക്ടർ എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്ന സ്ഥലത്ത് ഇപ്പോഴാണ് 12 വർഷത്തിലെടുത്തു. അപ്പം ഇനി മുന്നോട്ട് വേണം ഞാൻ ആക്ച്വലി കരിയർ ബിൽഡ് ചെയ്യാനും. ആസ് എൻ ആക്ടർ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ എന്നാൽ പോലും ഫിലിം മേക്കർ എനിക്ക് ഒരു ഓപ്ഷൻ, ഒരു ബിഗിനിങ് കിട്ടി, ഒരു ലോഞ്ച് കിട്ടി, ഒരു പ്രോപ്പർ സാധനം കിട്ടി. ഇനി അടുത്ത കഴിയുന്ന സിനിമ ഇട്ടിട്ട് വേണം ഞാൻ ആക്ച്വലി പ്രൂവ് ചെയ്യാനും ഒരു കരിയർ ബിൽഡ് ചെയ്യാനും. അപ്പോൾ ഈ വർഷമൊക്കെ ഞാൻ ശരിക്കും അതിനെ കാണുന്നത് ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ്സായിട്ടും നമ്മുടെ ബേബി സ്റ്റെപ്സ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം മിക്ക മലയാള സിനിമയിലെ ആൾക്കാരും 50 വയസ്സ് 52 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ ഇൻഫാക്ട് നമ്മുടെ ഇതിനകത്ത് സക്സസ് തലക്ക് പിടിച്ചു, സ്തുതി പാടിയവർക്കിടയിൽ പെട്ടുപോയി, ഈ അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പൊ 50-52 വയസ്സൊക്കെ 55 വയസ്സൊക്കെ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് സൈഡായി പോവുക. അതേ
ഹോളിവുഡിലൊക്കെ നോക്കുമ്പോൾ സ്കോർസിസും റിഡ്ലി സ്കോട്ടും ടോണി സ്കോട്ടും ഇവരൊക്കെ 70+ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സിനിമകളൊക്കെ എൻ്റെ 40s-ലും 45+ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ ഒരിക്കലും കാരഡ് അവേ ആയി പോകാൻ പാടില്ല, ഒരിക്കലും സക്സസും ഫെയിലിയറും നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മളത് മുന്നോട്ട് ചെയ്ത് പോകണം. ഫെയിലിയേഴ്സ് നമുക്ക് മറ്റേ അഗെയിൻ സ്റ്റെപ്സ് ആയിരിക്കണം, മുന്നോട്ട് പോകാനുള്ള ഡ്രൈവ് ആയിരിക്കണം എന്നുള്ള ചിന്തിക്കുന്ന ആൾ. ഈ ലാസ്റ്റ് ചോദിക്കാനുള്ളത്, ഇപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു ലേണിംഗ് ആയി മാറി എന്ന് പറഞ്ഞല്ലോ സിനിമയിലെ തന്നെ. ഇപ്പം ധ്യാൻ തന്നെ പറഞ്ഞിട്ട് ധ്യാനൊരു ഭയങ്കര ലഹരി, ധൂർത്ത്, അല്ലെങ്കിൽ എല്ലാ നിലയ്ക്കും കൈവിട്ട് പോയ അവസ്ഥയിൽ നിന്ന് കൂടി തിരിച്ചു പിടിച്ചിട്ടാണ് ഏറ്റവും പ്രായോഗികതയോടെ ചിന്തിക്കാൻ പറ്റുന്ന, കൃത്യമായി പ്ലാനുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയ ഒരാളായിട്ട് മാറുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് എന്താണ്, ചേട്ടൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ ഇത്രയും വിഷ്വലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിയാലിറ്റിയും പ്രാക്ടിക്കലൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൂടി ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് സെറ്റ് ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞ ഇപ്പം ആ കാലം? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സിനിമയിൽ സ്മാർട്ട് ആവണം എന്ന് പറയുമ്പോൾ അങ്ങനെ സ്മാർട്ട് ആവാൻ ഫ്യൂവൽ ചെയ്യുന്ന ഒരു പാസ്റ്റ് ധ്യാനുണ്ട്. അതായത് എങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഒരു 3-4 ജില്ലയിലെങ്കിലും വീടുള്ള ഒരു അച്ഛൻ്റെ മകൻ, ഫ്ലാറ്റുകൾ കൊച്ചിയിൽ 3-4 ഫ്ലാറ്റുള്ള ഒരു അച്ഛൻ്റെ മകനാണ് ഏറ്റവും താഴേക്കടയിലുള്ള ഒരു ലോഡ്ജിൽ കഴിയേണ്ടി വന്നത്. ഞാൻ ഇതൊരു സ്ട്രഗിൾ ഉണ്ട്, അവിടെ വാശി സംഗതിയൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് അച്ചീവ് ചെയ്തു വന്നു എന്നുള്ളൊരു അതിൻ്റെ ഒരു സക്സസും ഹാപ്പിനെസ്സും വേറെ തന്നെ ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ നമ്മൾ അത്രയും ഡൗൺഫോൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ലൈഫിൽ വീണെടുക്കുന്ന അത്രയും താഴ്ന്ന് വന്നെടുക്കുന്ന നമുക്ക് ഭീകരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇനിയും വീണാലും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. എവിടെ വേണം, നമ്മൾ ഏത് റോഡിലും കിടക്കും, നമ്മൾ ഏത് വണ്ടിയിലും പോകും, എവിടെ വേണം കിടക്കും. അതൊക്കെ അന്നുണ്ടായിട്ടുള്ള ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇന്നും. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം എന്നോട് വർഷങ്ങൾക്ക് ശേഷം സെറ്റിൻ്റെ സമയത്ത് ഞാൻ ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ എന്നോട് ആ വീഡിയോ ഭയങ്കര വൈറലായി. അപ്പോൾ അതിൻ്റെ താഴെ എന്തൊരു സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ പോകുന്നത്, സാധാരണക്കാരൊക്കെ ഓട്ടോ പോകുന്നതല്ല, അതൊരു മഹാസംഭവമാണോ? അല്ലല്ലോ. കാരണം നമ്മളെന്തോ മറ്റേ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോ, അത് സാധാരണക്കാരുടെ ധാരണയാണ്. അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ചിലപ്പോൾ ഓട്ടോയിൽ പോലായിരിക്കും, അറിഞ്ഞുകൂടാ. ഓക്കെ, അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴും നമ്മൾ ഏറ്റവും സാധാരണ ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് മനുഷ്യേട്ടാ മറ്റേ അജു വർഗീസോ അല്ലെങ്കിൽ നിവിൻ പോളിയോ വിനീത് ശ്രീനിവാസനോ അല്ലെങ്കിൽ ഇവരൊന്നും അല്ല, എൻ്റെ ഡ്രൈവറാണ്. ഇന്നും അന്നും എൻ്റെ ഏറ്റവും അടുത്ത അന്നത്തെ ആള് തന്നെ. അവൻ ഇന്നും അന്നും എനിക്ക് അവൻ എന്നെ സഹായിച്ചത് കൊണ്ട് ഒന്നുമല്ല, അവനും ഞാനും തമ്മിലുള്ള എൻ്റെ സൗഹൃദം അത്രയും ഡീപ്പാണ്. ഷിനോജ് എന്നാണ് അവൻ്റെ പേര്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത രഹസ്യങ്ങളെല്ലാം അറിയാവുന്നത് എൻ്റെ ഡ്രൈവർ എന്ന് പറയും. അവൻ ഡ്രൈവർ എന്ന് വിളിക്കാൻ പോലും ഞാൻ അറിയുന്നില്ല, പക്ഷെ അവൻ്റെ ജോലി ആയിപ്പോയതുകൊണ്ട് അച്ഛൻ്റെ ഡ്രൈവർ ആയതുകൊണ്ട് അവനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. എനിക്ക് ഗ്രൗണ്ടഡ് ആയി നിൽക്കാൻ, റൂട്ടഡ് ആയിട്ട് നിൽക്കാൻ അവൻ ഒരാളുണ്ടായാൽ മതി എൻ്റെ കൂടെ. കാരണം ഞങ്ങൾ പറയുന്നത് അവിടുത്തെ നാട്ടിലത്തെ കഥയും മറ്റേ കൂറ കഥകളും പരിപാടി നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും മാട്ട സാധനം എന്നൊക്കെ അന്നൊക്കെ എന്ത് ഇതായി കഴിഞ്ഞാലും നമ്മളിപ്പം മദ്യപനൊക്കെ നിർത്തി, എന്നാൽ പോലും നമ്മൾ തിരിച്ച് എവിടെയും പോകണ്ട, നമ്മൾ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ സമ്പർക്കവും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും കോമണേഴ്സാണ്, വളരെ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഇടയിലൊന്നും നമ്മൾ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നമ്മൾ കാരഡ് അവേ ആയി പോകുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. കാരണം ഇപ്പോഴും ഞാൻ ചെന്നൈ പോകുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ഡബിന് പോകുമ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴൊക്കെ നമുക്ക് റോഡിൽ ഇറങ്ങി നടക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും താഴത്തെ മറ്റേ ഞാൻ കഴിഞ്ഞ തവണ ഇപ്പോൾ പോയപ്പോൾ ഞാൻ എന്നും പൊറോട്ട ചാറിൽ മുക്കി കഴിക്കുന്ന ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് ലോഡ്ജ് കാലത്ത് എൻ്റെ ഓപ്പോസിറ്റുള്ള കട, അവിടെ പോയിട്ട് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ വാശിയായിരുന്നു അവിടെ നിന്നൊരു സിംഗിൾ പീസ് ചിക്കനും ചാറിൽ മുക്കി. കാരണം കുറേ ഗ്രേവി എടുത്തു കഴിഞ്ഞാൽ 2 പൊറോട്ട വാങ്ങിക്കും, കുറെ ഗ്രേവി എടുക്കും. ഗ്രേവി എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ചീത്ത വിളിക്കും. ഓക്കെ, കാരണം ചിക്കൻ ഫ്രൈ എടുക്കുന്നവന് ഗ്രേവി വാങ്ങിക്കാം, അതേ ചിക്കൻ ഫ്രൈ വാങ്ങിക്കാത്തവൻ കുറെ ഗ്രേവി എടുത്താൽ പ്രശ്നമാണ്. അപ്പൊ എന്റെ വലിയ ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് ഒരു സിംഗിൾ പീസ് ചിക്കനും ഗ്രേവിയും കഴിക്കണം. അപ്പൊ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കിടക്കാൻ ഒരു വീടും, അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ കിടക്കാൻ ഒരു വീടും 3 നേരത്തെ ഭക്ഷണം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി. അതിനപ്പുറമുള്ള ഒരു ലക്ഷറി ഇല്ല. അതില്ലാതായപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതില്ലാതായതുകൊണ്ട് തന്നെ ഇനി ലൈഫിൽ എന്ത് വന്നാൽ പോലും, എന്തുണ്ടായാലും, എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ റൂട്ടഡ് ആയി തന്നെ നിൽക്കും. കാരണം അങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ദിവസങ്ങൾ ഒരിക്കലും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് അച്ഛൻ ഇറക്കി വിട്ട ആ ദിവസമാണ്. ബ്രേക്ക് ത്രൂ അല്ലേ? താങ്ക് യു.